വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വല അലിഹി വസാബി അജ്മായിൻ അമാബാദ്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചെറിയ സമയം പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ മക്കളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് അറിയിച്ച ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ട്, അറിയാം. എന്നാലും സ്ത്രീകളും പുരുഷന്മാരുമായി ഇവിടെ എത്തിച്ചേർന്നവർക്ക് മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഞാൻ ആദ്യം തുടക്കത്തിൽ ചില കാര്യങ്ങൾ എൻ്റെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താം, എന്നിട്ട് ഞാൻ തുടങ്ങാം. ജീവിതം ഈ മക്കയിലും ജിദ്ദയിലും സൗദി അറേബ്യയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തീരും. മക്കൾ വളരെ പെട്ടെന്ന് വലുതാവും. കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാതെ നമ്മൾ മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളിതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ലല്ലോ എന്ന് മനസ്സിലാവും. ഞാൻ ടീച്ചർമാർക്ക് ക്ലാസ് എടുത്തപ്പം സൂചിപ്പിച്ചു, മക്കൾ പ്രവാസികൾക്കെന്നും വലിയൊരു പ്രശ്നമാണ്. ബാപ്പ നാട്ടിലും മക്കളും ഭാര്യയും വീട്ടിലുമുള്ള പ്രവാസികൾക്ക് മക്കൾ ഭീഷണിയാണ്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഈ കുട്ടികൾ അറിയാതെ പോകും. ഒരു ഗൾഫുകാരൻ്റെ മക്കളായി സകലതും കിട്ടി നേടി ഇവർ ജീവിക്കും. ഇനി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ മക്കളാണെങ്കിലോ ആ മക്കൾക്ക് ചില ഭാഗത്ത് ഏരിയയിൽ വികസനമില്ലാതെ പോകും. ചെയ്യുക എന്താ നമ്മളെന്നറിയും, കുട്ടികളവിടെ ഇങ്ങനെ വളർത്തും. വളർത്തിക്കഴിഞ്ഞ് കുറച്ച് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മക്കത്തിൻ്റെ ഒരവസ്ഥ, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണ്, പഠിപ്പിക്കാൻ കഴിയില്ല കുട്ടിയെ. 10ാം ക്ലാസ് വരെ തന്നെ പഠിപ്പിച്ചാൽ തന്നെ പ്രശ്നമാണ്. 10 കഴിഞ്ഞ് കുട്ടിയെ നമ്മൾ ഈ ഒരു ചെറിയ ഒരു 600-400 സ്ക്വയർ ഫീറ്റ് വീടിൽ നിന്ന് ഈ കുട്ടിയെ നമ്മൾ കൊണ്ടുപോയി നാട്ടിലെ +2 സ്കൂളിൽ പറിച്ച് നടും. ബ്രോയിലർ കോഴി ഗ്രൗണ്ട് തുറന്നു വിട്ട പോലെ ഉണ്ടാവും കുട്ടി. ആണും പെണ്ണും യാതൊരു അതിരുകളുമില്ലാതെ പെരുമാറുന്ന മക്കത്ത് ജീവിച്ച കുട്ടിയാ. നിക്കാവിട്ട് ആണും പെണ്ണും തൊടാതെ മുട്ടാതെ നോക്കാതെ കാണാതെ വളർന്ന കുട്ടി +2 എത്തി +1 എത്തുമ്പോൾ കാണുന്ന കാഴ്ച ലിബറലാണ്. അവിടുന്ന് തെറ്റിപ്പോയിട്ട് ഇപ്പം നോക്കും, ഞാൻ സൗദി അറേബ്യയിൽ എത്തിയിട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, സാറിനെ കാണാൻ പറ്റുമോ, സാറിനെ കാണാൻ പറ്റും. ഈ കാണാൻ പറ്റുന്ന ഒക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഒന്നുകിൽ നാട്ടിലെ കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നു, ഈ കുട്ടി അവിടെ ചെല്ലുമ്പം അവിടുത്തെ സിറ്റുവേഷനിലേക്ക് ഇഴുകിച്ചേരാൻ കഴിയാതെ തെറ്റിപ്പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഇവിടെ ഇങ്ങനെ കുറച്ച് മദ്രസയിലൊക്കെ പഠിപ്പിച്ച് ദീനൊക്കെ കൊടുത്ത് കുട്ടീനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു 18-19 വയസ്സാവുമ്പോൾ ഈ കുട്ടീനെ കല്യാണം കഴിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കും. കല്യാണം കഴിഞ്ഞ് നാട്ടിലെ ഭർത്താവിനെയാണ് നിങ്ങളുടെ കുട്ടി കിട്ടിയതെങ്കിൽ ആ നാട്ടിലെ ഭർത്താവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, അമ്മായിമ്മനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ കുട്ടി വിവാഹബന്ധം വേർപ്പെടുത്തി. എത്ര പ്രവാസികളുണ്ടെന്നറിയോ, കല്യാണം കഴിഞ്ഞ കുട്ടികൾ വിവാഹബന്ധം വേർപ്പെടുത്തി ഇപ്പോഴും ഈ നാട്ടിൽ താമസിക്കുന്നവർ. നാട്ടിൽ തിരിച്ചു പോകാൻ വയ്യ. ആൾക്കാർ ചോദിക്കും മോളെ കാര്യം എന്തായിന്ന്. നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട വിഷയം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാ ഇവിടെ ഇങ്ങനെ നിന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന മറുപടി മക്കൾക്ക് വേണ്ടി എന്നായിരിക്കും അല്ലേ? അങ്ങനെ ആണ്. യഥാർത്ഥത്തിൽ ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്ക്. മക്ക എന്നത് സൗദി അറേബ്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ മിക്ക ആളുകളും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടവരാവും. ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്. കുട്ടി എന്ത് ചെയ്യും? ആരാ കുട്ടീനെ നോക്കുക? ഞാൻ ഒക്ടോബർ 12 വരെ സൗദി അറേബ്യയിലുണ്ട്. എൻ്റെ ഭാര്യ ഉംറ ചെയ്യണമെന്ന് ഏറെ ആഗ്രഹിച്ച് ഞാനും വരട്ടെ എന്ന് ചോദിച്ചതാ. അവളെ കൊണ്ടുവരുമ്പോൾ എൻ്റെ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് മക്കൾക്ക് വേണ്ടി അവളുടെ ആഗ്രഹം തലക്കാലം ഞാൻ മാറ്റി വെച്ചതാണ്. മക്കളെന്ത് ചെയ്യും?
ഒരു 10-15 ദിവസത്തിന് മക്കൾ അനാഥരാവും, നോക്കാൻ ആളുണ്ടാവില്ല, പ്രശ്നമാവും. ഇനി നമ്മൾ ഈ മക്കയിലെ ഇവിടെ ജീവിക്കുന്ന നിങ്ങളുടെ കാര്യം എടുത്ത് നോക്കുങ്ങൾ. കുട്ടി ഉണ്ടോ? ഉണ്ട്. ആരാ നിങ്ങളുടെ കുട്ടിയെ വളർത്തുന്നത്? ആരാ? എന്താ മക്കൾ കാണുന്നത്? കുട്ടിനെ അടക്കി നിർത്താനുള്ള ഒരേ ഒരു പണി എന്താണെന്നറിയോ നിങ്ങൾക്ക്? വൈഫൈ എടുക്കുക, ഒരു ടാബ് വാങ്ങി കൊടുക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആ ടാബിൽ കുട്ടി കാണുന്ന സാധനം എന്താ? സൗദിയിൽ LKG മുതൽ സൗദിയിൽ പഠിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് MBA കഴിഞ്ഞ് ഒരു ചെറുക്കൻ കല്യാണം കഴിച്ചു. MBA കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ വീട്ടുകാരോട് പറഞ്ഞു, ഇവനുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ കഴിയില്ല എന്ന്. നല്ല ദീനുള്ള കുട്ടി. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല, ഒത്തുപോകാൻ കഴിയില്ല. കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് ആ കുട്ടി തുറന്നു പറയുന്നത്, സാറേ അയാൾ വളർന്നതും പഠിച്ചതും ഒക്കെ ഈ സൗദിയിലാണ്, പക്ഷേ ഞാൻ അടുത്ത് കിടക്കുമ്പോൾ പോലും ഞാനൊന്ന് ഉറങ്ങി എന്ന് തോന്നിയാൽ അയാൾ ഡേറ്റിംഗ് ആപ്പിലേക്ക് പോവാണ്. ഏതോ പെണ്ണുങ്ങളെ വസ്ത്രമില്ലാത്ത ദൃശ്യങ്ങൾ പോലും എന്നെ അടുത്ത് കിടത്തിയിട്ട് ഈ മനുഷ്യൻ കാണുകയാണ്. പോൺ വീഡിയോ ഇല്ലാതെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമല്ല. ഒരു ദിവസം പോൺ വീഡിയോ കാണാതെ ആ മനുഷ്യന് ഉറങ്ങാൻ കഴിയുന്നില്ല, ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. MBA കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചെറുക്കൻ. നോക്കുങ്ങൾ, ഞാൻ ആ ചെറുക്കനെ വിളിച്ചു. വളരെ കുറച്ച് ലീവിന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നാട്ടിലെത്തി ആ ചെറുക്കനെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയത്? ഇതൊക്കെ തെറ്റാന്നറിയില്ലേ? തലയും താഴ്ത്തിയിരിക്കുന്ന അവൻ തല ഉയർത്താതെ പറഞ്ഞു, സാഹചര്യം അങ്ങനെയായിരുന്നു എന്ന്. ഞാൻ ചോദിച്ചു, എന്ത് സാഹചര്യം? എൻ്റെ ഉപ്പയും ഉമ്മയും ഒരുക്കി തന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. അവന്താ ഈ ചെറുക്കനെ 8ാം ക്ലാസ് മുതൽ പോൺ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളില്ലാതെ വൈഫൈ ഓണാക്കി ടാബ് എടുത്ത് കുട്ടി ഇരുത്തത് എന്താ കാണുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയോ? ഇല്ല. കുട്ടിയെ അടക്കിയിരുത്താൻ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ വൃത്തികേടാണ്, എന്തൊക്കെയാണ് കാണുന്നത്. ഡേറ്റിംഗ് ആപ്പിൽ അവൻ കയറാൻ തുടങ്ങിയത് +1 പഠിക്കുമ്പോഴാണ്. എന്താ ചെയ്യുക? ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ കിടക്കുമ്പോൾ ആ പെണ്ണിൽ നിന്ന് സംതൃപ്തമാവാൻ ഇവന് കഴിയാതെ പോവാണ്. അവൻ തലിന്തത്തിരിക്കുക. വാട്ട് ക്യാൻ ഐ ഡു? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ പെൺകുട്ടി പറഞ്ഞു, നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഒരു പിരിഞ്ഞു. ഈ ചെറുക്കനെ നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ? പുതിയ ജനറേഷൻ്റെ പേര് ജനറേഷൻ ആൽഫ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ജനിച്ചു വീണ കുട്ടിയാണ്. നിങ്ങളുടെ കുട്ടിക്ക് 12 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ആ കുട്ടി ജനറേഷൻ ആൽഫയാണ്. ജനിച്ചു വീണത് ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത്. അവനെ നയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. മെറ്റയാണ് അവൻ്റെ ലോകം. ഈ കുട്ടി ഒരു ഇൻ്റർനെറ്റ് സൗകര്യം, സ്പീഡുള്ള ഒരു നെറ്റ് സൗകര്യം കൊടുത്തിട്ട് ഈ കുട്ടിയെ വിട്ടാൽ എന്താവും? നമ്മൾ പറയണത് എന്താ അറിയോ? മക്കളെ പോറ്റാൻ, മക്കളെ നന്നാക്കാൻ. നോക്കൂ, ഈ പണിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി ഇവിടുന്ന് റിട്ടയർഡായിട്ടൊരു ജീവിതമുണ്ട്. ആ സമയം മക്കളെ അവസ്ഥ എന്തായിരിക്കും? എന്താ നിങ്ങൾ കൊടുത്തത്? അതാ കുട്ടിയൊക്കെ ഉണ്ടാകുക. നമ്മളെന്താ കൊടുത്തത്? ദീന് കൊടുക്കാൻ നിങ്ങൾ മദ്രസയെ ചേർത്തിയാണ്. മദ്രസയിലെ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയും. ബാപ്പ ജോലിക്ക് പോയി, ഉമ്മയും ജോലിക്ക് പോയി, വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്ന 2ാം ക്ലാസ്സുകാരനുണ്ട് ഈ മദ്രസയിൽ. ആ കുട്ടിക്ക് പേടിയാവുന്നു. ആ കുട്ടി ടീച്ചർമാർ പേടിയാവുന്നെന്ന്. കുട്ടി ഒറ്റക്കാണ്. ബാപ്പക്ക് നമുക്ക് ജോലിക്ക് പോണ്ടേ? അപ്പം നിങ്ങളേക്കും ജോലിക്ക് പോണ്ടേ? പോയിക്കോ. കുട്ടീനെ ആര് പറ്റും? നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ മറ്റൊരു പെണ്ണ് വരും. കുട്ടി നോക്കാൻ ആര് വരും? പ്രശ്നമാണ്. പോറ്റാൻ കഴിയില്ലെങ്കിൽ മക്കളുണ്ടായിട്ട് കാര്യമില്ല.
പ്രസവിക്കലല്ല മനുഷ്യന്, പോറ്റലാ പ്രധാനം. അപ്പം നിങ്ങൾ ചോദിക്കും 24 മണിക്കൂറും ഇവരെ നോക്കി നമ്മൾ വീട്ടിലിരിക്കണമെന്ന്. വേണ്ട. അങ്ങനെ ഇരിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അതിനു വേണ്ടിയുള്ള വഴി നമ്മൾ ഒരുക്കണം. കാരണം എന്താ, നമുക്ക് ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് നമ്മളല്ലെങ്കിൽ ചെന്നു പോകും. ഞാൻ ചില ഓർമ്മപ്പെടുത്തലുകൾ പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള വഴികളിലൂടെയാണ് മക്കൾ നടക്കുന്നത്. നിങ്ങളൊക്കെ എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ കുട്ടിക്ക് മൊബൈൽ ഫോണിൽ അറിയാം. അതിൻ്റെ അപ്പുറത്ത് ഒറ്റ പോൺ വീഡിയോ സൈറ്റുകളും നേർക്ക് നേരെ കയറിയാൽ സൗദി അറേബ്യയിൽ അലൗഡ് അല്ല. പക്ഷേ ഈ പോൺ വീഡിയോ സൈറ്റിലേക്ക് എങ്ങനെ കയറണം നിങ്ങൾക്കറിയോ? നിനക്കറിയില്ല, കുട്ടിക്കറിയാം. സ്കൂളിൽ 4ാം ക്ലാസ്സുകാരന് സ്കൂളിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് VPN വഴി എങ്ങനെ ഇതിലേക്ക് കയറാം എന്നാ. നമ്മളെ കുട്ടിക്ക് തെറ്റിപ്പോവാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തിട്ട് അവൻ തെറ്റി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കയിലെ 2 പേരും ജോലി ചെയ്യുന്നവരോ ഒരാൾ ജോലി ചെയ്യുന്നവരോ ആളുകൾ ചിന്തിക്കണം. ഇനി 2 പേരും ജോലി ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താ? കുട്ടി നടക്കട്ടെ. എപ്പോഴാണ് അവർ ജീവിക്കൽ? ഭാര്യയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ ഭർത്താവ് പകൽ ഡ്യൂട്ടി, ഭർത്താവ് പകലുള്ളപ്പോൾ ഭാര്യ രാത്രി. ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? എപ്പോഴാണ് ജീവിക്കുന്നത്? കുട്ടീൻ്റെ കാര്യം മാറ്റി വെക്കാം അല്ലേ? ഞാൻ സാധാരണ പറയാറുണ്ട്, എന്തിനാ ജോലി? നിങ്ങൾക്ക് എന്തിനാ ജോലി? നിങ്ങൾ എന്തിനാ ജോലി ചെയ്യണ്? എന്തിനാ നിങ്ങൾ ജോലി ചെയ്യണ്? ജീവിക്കാൻ. ആ ജോലി കൊണ്ട് ജീവിതമില്ലെങ്കിലോ പിന്നെ എന്തിനാ ജോലി? പിന്നെന്തിനാ ജോലി? ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനിത്തിങ്. ജീവിതമാണ് പ്രധാനം, ജോലിയല്ല. ജോലി ചെയ്യണത് ആ ജീവിക്കാനുള്ള വഴി ഇടാൻ വേണ്ടി മാത്രമാണ്. എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനും അങ്ങനെയാണ്. നിങ്ങൾക്ക് 2 ലക്ഷം ശമ്പളം ഉണ്ടോ? ഭാര്യയ്ക്കും 2 ലക്ഷം ശമ്പളം ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കുക 3 ലക്ഷം ആക്കണതിനെ കുറിച്ചാണ്. എന്നിട്ട് കടം ബാക്കി ഉണ്ടാവും അല്ലേ? ഇല്ലേ? ആ മക്കത്ത് ഹറമിൽ ഒരു ചൂലും ഒരു പാത്രവുമായി അടിച്ചു വരാൻ നിൽക്കുന്ന ആളും ജീവിക്കുന്നുണ്ട്. അയാൾക്ക് കിട്ടണത് 800-900 റിയാലായിരിക്കും. ജീവിതമുണ്ട്. അയാൾക്ക് ചിലപ്പോൾ നമ്മളെക്കാളും ജീവിതം ഉണ്ടാവും. നമ്മൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ നിന്നുകൊണ്ട് ചില ചിന്തകൾക്ക് എല്ലാവരും ഇന്ന് തന്നെ പോയി ജോലി രാജിവെച്ച് ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യൻ്റെയും മുഖത്ത് നോക്കി ഇരുന്നാൽ ഇവിടുന്ന് വാടക കൊടുക്കാനൊന്നും കഴിയില്ല. ഇതിന് ഒരു വഴി നമ്മൾ ഉണ്ടാക്കണം. മക്കളെ ഏറ്റവും പ്രധാനം, മക്കളെ വളർത്തണം. വളരാൻ മക്കളെ അനുവദിക്കരുത്. വളരൽ വളർത്തൽ 2 വാക്കാ. വളരൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, നാച്ചുറലാണ്. വളർത്തൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഇത്തിരി വിദ്യാഭ്യാസം വിവരമുള്ളവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? അല്ലേ? മനസ്സിലാവില്ലേ? ഒരു ജീവി വളരുക എന്ന് പറഞ്ഞാൽ അത് വളരും. ഇറ്റ്സ് ഗ്രോയിങ് നാച്ചുറലി. വളർത്തുക എന്ന് പറഞ്ഞാലോ അതിനൊരു കൂടൊക്കെ കിട്ടി, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ പുറത്തുവിടൽ, അതിൻ്റെ സഞ്ചാരം, അതിൻ്റെ വെള്ളം, അതിൻ്റെ മരുന്ന് എല്ലാം ഒരു നിയന്ത്രിത അവസ്ഥയിൽ. നിങ്ങളൊക്കെ സൗദി അറേബ്യയിലെ പല ഭാഗങ്ങളിലും ആടിനെ വളർത്തുന്ന ഒട്ടകത്തെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ടില്ലേ? ഇല്ലേ? നിങ്ങൾ പോയി നോക്ക്. ഇതേ ഒട്ടകം മരുഭൂമി വളരുന്നുണ്ട്, ആട് കാട്ടിൽ വളരുന്നുണ്ട്. ആരും നിയന്ത്രിക്കില്ല. കുട്ടികളെ നിങ്ങൾ വളരാൻ വിടരുത്, വളർത്തണം. എങ്ങനെയാ വളർത്തുക? ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടണം. ഏറ്റവും പ്രധാനം കുട്ടി എന്ത് കാണുന്നു, കേൾക്കുന്നു, കളിക്കുന്നു എന്നതാണ്. സൗദി അറേബ്യയിൽ നിങ്ങളുടെ ഫ്ലാറ്റിനകത്ത് നിങ്ങളുടെ കുട്ടി എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അവൻ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കളിക്കുന്നു ഉണ്ടോ? നാട്ടിൽ 2022 വലിയ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു 2 പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചത്. നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞില്ലേ? ഉണ്ട്. ആ കുട്ടികൾ ഇന്നും സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിന്ന് നിൽക്കുകയാണ്. ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ ആയിട്ട് 2 പെൺകുട്ടികൾ ഇങ്ങനെ ജീവിതത്തിന് മുമ്പ് നിൽക്കുകയാണ്.
എന്താകും എന്നറിയില്ല. നമുക്ക് ചോദ്യചിഹ്നമായിട്ട് അവർ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ കുട്ടികൾ എവിടെ വളർന്നാന്ന് നിങ്ങൾക്കറിയോ? ഞാനതായി പറഞ്ഞുകൊണ്ടിരിക്കണത്, അതല്ല ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണത്. അവർക്ക് എവിടുന്നാണ് ഈ ആശയം കിട്ടിയത് നിങ്ങൾക്കറിയാം? സൗദി അറേബ്യയിൽ ഇല്ലല്ലോ ഈ ആശയം. ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന ഹോമോസെക്ഷാലിറ്റി സൗദിയിലില്ലല്ലോ. ഇവർക്ക് എവിടുന്നാ അത് കിട്ടിയത്? അവർക്കത് കിട്ടിയത് അവർ കണ്ടതിൽ നിന്നാണ്. എന്താ കണ്ട്? ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ സൈബർ ഇടങ്ങൾ സ്വതന്ത്ര ചിന്തയുടെ LGBTQയുടെ വിളനിലങ്ങളാണ്. ദൈവമില്ലായ്മ പ്രചരിപ്പിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന വഴി ഇതുപോലത്തെ തസ്കിയത്ത് ക്ലാസ്സുകളല്ല, സോഷ്യൽ മീഡിയ സൈറ്റുകളാണ്. ഒരു 20 സെക്കൻഡ് 10 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു റീൽസ്, ഒരു ഷോർട്സ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, കാഴ്ചപ്പാടിലുണ്ടാക്കുന്ന മാറ്റം പറയാൻ പറ്റാത്ത അത്രയാണ്. നിങ്ങൾ ഓർക്കണം, എവിടുന്നാണ് ആ കുട്ടികൾക്ക് ഈ ആശയം കിട്ടിയത്? ഉമ്മ പറഞ്ഞു കൊടുത്തോ? വാപ്പ പറഞ്ഞു കൊടുത്തോ? ഇവിടുത്തെ മദ്രസയിൽ നമ്മൾ നടത്തിയ പരിപാടികൾക്ക് പോലും പങ്കെടുത്ത മക്കൾ ഇങ്ങനെ വഴി തെറ്റിപ്പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തോ നമ്മുടെ മക്കളും ഇവർക്ക് പിറകെ വരുന്നുണ്ട് എന്ന്? അതേ മിസ്റ്റേക്ക് നമുക്ക് പറ്റും. എങ്ങനെ? ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കുട്ടി ഫ്ലാറ്റിലുണ്ട്. എന്താണ് ആ കുട്ടീൻ്റെ ജീവിതങ്ങൾ ആലോചിച്ച്? ഒരു മനുഷ്യൻ തെറ്റിപ്പോവാൻ ഏറ്റവും കൂടുതൽ സാധ്യത സ്ട്രെസ് കൂടുമ്പോഴാണ്. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്നതൊരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത സിറ്റുവേഷനാണ്. സ്ട്രെസ്ഫുൾ. വെയിലത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ തണൽ കൊതിക്കും. സ്ട്രെസ് വെയിൽ പോലെയാണ്. ആ സ്ട്രെസ്സിലൊരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യന് സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ ശ്രമിക്കും. നിങ്ങളുടെ കുട്ടിയുടെ മരുന്ന് മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ കുട്ടിയുടെ മോട്ടിവേഷൻ മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ കുട്ടിയുടെ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം തീരുമാനിക്കുന്നത് മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ കുട്ടി ഇന്നലെ സൗദി അറേബ്യയിൽ നടന്ന കുട്ടികളുടെ പരിപാടിയിൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എങ്ങനെ യൂറോപ്പിൽ ചെന്ന് പഠിക്കാം എന്നാണ്. എന്താ യൂറോപ്പിൻ്റെ പ്രത്യേകത? അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തുംഗ ശൃംഖമുള്ളത്. എന്തും നടക്കും. ആണും ജീവിക്കണം, പോസിബിൾ. പെണ്ണും ഇറ്റ്സ് പോസിബിൾ. ലിവിങ് ടുഗെദർ ഇറ്റ്സ് ആൾസോ പോസിബിൾ. എവറിത്തിങ് ഈസ് പോസിബിൾ. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മനുഷ്യൻ റോട്ടിൽ കിടന്ന് നിങ്ങൾ ശാരീരിക ബന്ധം നടത്തിയാൽ പോലും അവർക്കതൊരു പ്രശ്നമേ അല്ലാത്ത തരത്തിലേക്ക് അവർ ഉയർന്നു എന്നാണ് ഇവർ പറയണത്. നമ്മൾ പറയണത് അതപ്പതിച്ചു എന്നാണ്. മൃഗങ്ങളെപ്പോലെ നടുറോട്ടിൽ നിന്ന് ഇണചേരുന്ന വൃത്തികെട്ട ഒരു സംസ്കാരത്തെ വാരിപ്പുണരാൻ ഈ കുട്ടി എങ്ങനെയാണ് അവളുടെ മനസ്സ് പാകപ്പെടുത്തിയത്? പെൺകുട്ടിയാ ചോദിക്കുന്നത്. മക്കനെ ഇട്ട് പർദ്ദയിട്ട് നിക്കാബിട്ട് നടക്കുന്ന ഉമ്മമാർ, ബാപ്പയും പൊറ്റിയ സൗദിയിലെ അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടി ചോദിക്കുക നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? അതിൻ്റെ സ്കോപ്പ് എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ഈ കുട്ടീൻ്റെ അവസ്ഥ എന്താണ് എന്ന് എപ്പോഴെങ്കിലും? ഇവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ഈ കുട്ടിയുടെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നതിൽ ഈ കുട്ടിയുടെ കാഴ്ച വളരെ പ്രധാനമാണ്. എന്താ നിങ്ങൾ മക്കൾ കാണുന്നത്? നിങ്ങളെന്താ കാണുന്നത്? കൗൺസിലിംഗ് സെൻറ്ററുകളിലൊക്കെ ചെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. 40 വയസ്സുള്ള മക്കളുള്ള 40 വയസ്സുള്ള ഒരു മനുഷ്യന് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉണ്ടാവും. 10ാം ക്ലാസ് പഠിക്കുന്ന മകളുള്ള 40 വയസ്സുകാരനെ കൊണ്ട് ഭാര്യ വന്നിട്ട് സ്വകാര്യമായിട്ട് പറയുകയാണ് സാറൊന്ന് ഉപദേശിക്കണം, അയാൾ വേണ്ടാത്തരം കാണുന്നുണ്ട്, സാർ ഉപദേശിക്കണം. 60 വയസ്സുള്ള മുത്തച്ഛൻ ഉപ്പാപ്പ മോളെ കല്യാണം കഴിച്ചിട്ട് ആ മകൾക്ക് 8ഉം 10ഉം വയസ്സുള്ള മക്കളുള്ള 60കാരൻ തൻ്റെ റൂമിനകത്തേക്ക് ഭാര്യ പെട്ടെന്ന് കടന്നു ചെന്നപ്പം അയാളുടെ മൊബൈലിൽ കാണുന്നത് അശ്ലീലാണ്. അയാളെ കയ്യും പിടിച്ച് താടിയുള്ള നിസ്കാരത്താമ്പുള്ള ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഭാര്യ പറയാണ് ആരും അറിഞ്ഞിട്ടില്ല സാറേ, അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മനുഷ്യൻ 60 വയസ്സുള്ള മനുഷ്യൻ 77 വയസ്സുള്ള എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് സ്വന്തം പേരക്കുട്ടിയെ മോശമായ രീതിയിൽ തൊട്ടു എന്ന് പറഞ്ഞ് ക്ലിനിക്കിലെത്തുന്നത് എങ്കിൽ 77ഉം 60ഉം 40ഉം വയസ്സുള്ള ഒരു മനുഷ്യനെ വൃത്തികേടിലേക്ക് നയിക്കാൻ ഈ കാഴ്ച
പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ കുട്ടിയുടെ പ്രായം അത് 8, 10, 12 ഒക്കെ വയസ്സാണ്. അതിന് ഏറ്റവും രസകരമായ സാധനം താരങ്ങൾക്ക് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പോൺ വീഡിയോ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ കണ്ടുകൊണ്ടിരിക്കുന്ന കാറ്റഗറി എന്നത് ഹോമോസെക്ഷുവാലിറ്റിയാണ്. പുതിയ പഠനങ്ങളാണ്. ഈ പോൺ വീഡിയോ സൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഹോമോസെക്ഷുവാലിറ്റിയാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിൽ. ഈ കാഴ്ച ആ കുട്ടിയുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കും, പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും. ആൺകുട്ടി കണ്ടുകൊണ്ടിരിക്കണം എന്താ നിങ്ങൾക്ക്? ആൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതുപോലത്തെ ലൈംഗിക വൈകൃതങ്ങളാണ്. നോർമലായ ഒരു സെക്ഷൽ ലൈഫ് ഒരു പോൺ വീഡിയോ സൈറ്റിൽ ഉണ്ടാവില്ല. അതൊക്കെ വൈകൃതങ്ങളാണ്. ആ വൈകൃതങ്ങളെ കൃത്യമായി കുട്ടിയുടെ മുമ്പിൽ കാണിക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് ഇതാ പ്രശ്നം എന്ന്. വിവാഹം കഴിഞ്ഞ് കയ്യിലെ മൈലാഞ്ചി ചുവപ്പ് മാറുന്നതിന് മുമ്പ് കൗൺസിലിംഗ് സെൻ്ററുകളിലെത്തി കുട്ടികൾ പറയാണ്, ഇയാൾ എന്നെ റേപ്പ് ചെയ്യുന്ന പോലെ എന്നോട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഡിഗ്രിയും PGയും അതിനപ്പുറത്തേക്കുള്ള കോഴ്സും കഴിഞ്ഞവനാ, ഡോക്ടർ പോലും MBBS കഴിഞ്ഞവർ ഒരു പെണ്ണിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്ന് അവനറിയില്ല. അവൻ കണ്ട കാഴ്ച ഏതാണ്? ഇവിടെയൊക്കെ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ മക്കത്തെ സുഹൃത്തുക്കൾ, മക്കളെ വളർത്തുന്നവർ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടി എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കളിക്കുന്നു, കാണുന്നതും കേൾക്കുന്നതും കാഴ്ചപ്പാടായിട്ട് മാറും. കുട്ടി കളിക്കുന്നത് കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. ഞാൻ ജിദ്ദയിലെ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ ജിദ്ദയിൽ കുട്ടികളെ ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരെ കളിക്കാൻ വേണ്ടി വിട്ടു. ചെറിയ കുട്ടികൾ കളിക്കുകയാണ്. ഇങ്ങനെ കളിക്കണമെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു കുട്ടി എല്ലാ കുട്ടികളെയും കൈ ഇങ്ങനെ ചൂണ്ടി വെടിയേക്കും, ടാ 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 ടാ. അപ്പോൾ മറ്റേ കുട്ടികളൊക്കെ ഇങ്ങനെ വീഴുക. തോക്കൊന്നുമില്ല, കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ കളി, ടോട്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ വീഴുക. ഇങ്ങനെ എല്ലാം മരിച്ച വൈരി കിടക്കുക. ഞാൻ കുറച്ച് നേരം ആ കളി നോക്കിയെന്ന് അല്ലേ. ഈ കുട്ടീൻ്റെ കയ്യിൽ യഥാർത്ഥത്തിൽ ഒരു തോക്ക് കിട്ടി എന്താ സംഭവിക്കുക? അതെന്ത് സംഭവിക്കുമെന്ന് യൂറോപ്പിൽ, അമേരിക്കയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തോക്കുമായി സ്കൂളിലെത്തിയ ബാലൻ 24 പേരെ വെടിവെച്ച് കൊന്നു എന്ന് വാർത്തകൾ വായിച്ചിനോ? ആ വാർത്ത നിങ്ങൾക്ക് സൗദിയിൽ നിന്നും ദുബൈയിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ പടുത്ത് കേൾക്കാം. ഈ കുട്ടി ഇങ്ങനെ തോക്ക് ചൂണ്ടിയിട്ട് മറ്റു കുട്ടികളെ കളിക്കൽ, വെടിവെച്ച് കൊല്ലലാണ് കളി എന്ന് പഠിച്ചത് കുട്ടി കളിച്ച കളിയിൽ നിന്നാണ്. എന്താ കളിയാ കുട്ടി കളിച്ചിട്ടുണ്ടാവുക? ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഞാൻ എന്താ പറഞ്ഞത്? 3 എണ്ണം. മക്കൾ എന്ത് കാണുന്നു? ഒരു ഉമ്മക്കും ബാപ്പക്കും, നിങ്ങൾ ജോലിക്ക് പോയിക്കോ, 2 ആളും പണിയെടുത്തോ, പൈസ ഉണ്ടാക്കിക്കോ. പക്ഷേ മക്കൾ എന്താ കാണുന്നത്, എന്താ കേൾക്കണത്, എന്താ അവർ കളിക്കുന്നത്, ആരൊക്കെയായിട്ടാണ് കൂട്ട്? നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞോ? ഇല്ല. ഈ കുട്ടിൻ്റെ അവസ്ഥ എന്താ? മക്കത്ത് കുടുംബമായി ജീവിക്കുന്ന നിങ്ങൾക്കൊരു പ്രത്യേകത എന്താ അറിയോ? നഴ്സാണ്, ഡോക്ടറാണ്, വിദ്യാഭ്യാസമുള്ള ജോലി ചെയ്യുന്നവരാണ്. നമുക്കൊരു കാര്യത്തിൽ വാശിയുണ്ട്, നമ്മളെ കുട്ടി ടോപ്പ് സ്കൂളിൽ പഠിക്കണമെന്ന്. വാശിയില്ല നിങ്ങൾക്ക്? ഇല്ലേ? നല്ല സ്കൂൾ മക്കത്തുണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുക. ജിദ്ദയ്ക്ക് സ്കൂൾ ബസ് ജിദ്ദയിലെത്താൻ എത്ര സമയം എടുക്കുന്നറിയോ? 1 മണിക്കൂറോ? 1 മണിക്കൂർ കൊണ്ട് സ്കൂളിലെത്തുന്ന, ജിദ്ദയിൽ നിന്ന് മക്കത്തെത്തുന്ന ബസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണ പണി ഞാൻ ചെയ്യും. നിങ്ങളെന്താ വിചാരിച്ച് ഇവിടുന്ന് മക്കത്തുനിന്ന് കുട്ടികളെ കയറ്റിയാണ്ട് ബസ് ഇവിടുന്ന് സ്പീഡ് ട്രാക്കിൽ നേരെ ജിദ്ദയ്ക്ക് വിടുക? ഈ മക്കയിലെ എല്ലാ ഇടവഴി കൂടി ബസ് പോകും. അവിടെ നിന്നൊക്കെ കുട്ടികളെ പെറുക്കണം. എപ്പോഴാണ് കുട്ടിക്ക് സ്കൂള്? 9 മണിക്ക്. എത്ര മണിക്ക് വിടും? കുട്ടിക്ക് സ്കൂൾ എത്ര മണിക്ക് വിടും? സ്കൂള് തുടങ്ങുക 9 മണിക്കല്ലേ? മോർണിംഗിൽ 9 മണിക്കല്ലേ തുടങ്ങുക ജിദ്ദയിലെ സ്കൂൾ എപ്പോഴാണ് വിടുക? ബാക്കിയൊക്കെ വിട്. സ്കൂൾ എപ്പോഴാണ് വിടുക? 4 മണി അല്ലേ? 10, 11, 12, 1, 2, 3, 4 എത്ര മണിക്കൂറായി?
7 മണിക്കൂർ സ്കൂളിലിരിക്കാൻ ആ കുട്ടി ബസ്സിൽ എത്ര സമയം ഇരിക്കുന്നുണ്ട്? തന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ ജിദ്ദയിൽ പോയിട്ട് വീടെടുത്ത് താമസിച്ചോ, എന്നും മക്കത്തേക്ക് എന്നാൽ മതി. നിങ്ങൾക്ക് പറ്റൂലല്ലേ? പറ്റൂലല്ലോ. നിങ്ങൾ ജിദ്ദയിൽ പോയി താമസിക്കി, എന്നിട്ട് കുട്ടികളെ ജിദ്ദയിലെ സ്കൂളിൽ പറഞ്ഞു വെച്ചോ, കുട്ടി പെട്ടെന്ന് സ്കൂളിൽ പോയി വരും. നിങ്ങൾ എന്നും ഇങ്ങോട്ട് വന്നാൽ പോരെ? അന്തേ നിങ്ങൾക്ക് വിശ്രമിക്കണം എന്നും യാത്ര ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ കുട്ടീനെ തലേക്കാട്ടിന് തന്നെ 2 മണിക്കൂർ 2.5 മണിക്കൂർ ബസ്സിനകത്ത് മുഷിഞ്ഞിരിക്കുന്നു നിങ്ങളെ കുട്ടി. 9 മണിക്ക് സ്കൂളിലെത്തുമ്പോഴേക്ക് പഠിക്കാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ കഥ എന്താന്ന്. ആ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ കാലത്ത് എങ്ങനെ, നിങ്ങളൊക്കെ നാട്ടിലെ സ്കൂളിൽ പഠിച്ചവരൊന്ന് കൈപൊക്കി കൈപൊക്കില്ലേ? ഞാൻ നിങ്ങൾക്കൊരു സാധനം ചൊല്ലിത്തരാം. ജനഗണമന അധിനായക. നിങ്ങൾക്ക് നമ്മളെ എന്താ അറിയാലോ? ഇത് കേട്ടിട്ട് അവസാനം എൻ്റെ കുട്ടികൾ നാട്ടിലെ സ്കൂളിൽ പഠിക്കുക. എൻ്റെ മോന് ജനഗണമന ചൊല്ലുമ്പോൾ, ദേശീയ ഗാനം ചൊല്ലുമ്പോൾ അവസാനം ജയ ഹേ ജയ ഹേ ജയ എന്താ സാധനം? ഇവൻ്റെ വിചാരം ദേശീയ ഗാനത്തിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ട്രെന്ന. കാരണം ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ സ്കൂളിൽ ബെല്ലടിക്കുകയാണ്. നമ്മളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ബെഞ്ചിലിങ്ങനെ ദേശീയഗാനം തുടങ്ങുമ്പോൾ നിൽക്കും, ഓരോന്ന് പറയുമ്പോഴും കാലിങ്ങനെ പോകും അല്ലേ? ജയഹേന്ന് എത്തുമ്പോഴേക്ക് പിന്നെ മറ്റേ വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും അല്ലേ? അവസാനത്തെ ജയഹങ്ങൾ കേൾക്കുക ഗേറ്റിൻ്റെ അടുത്തുനിന്നായിരിക്കും. ഈ ഗേറ്റും കിടന്ന് നിങ്ങൾ സ്കൂൾ വിട്ടാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ വീട്ടിലെത്തി. സ്കൂളിലേക്ക് നടന്നാൽ പോവുക. സ്കൂൾ വിട്ടാണ്ട് സ്കൂൾ കോണ കണ്ടാൽ ഇങ്ങനെ ചടപ്പിച്ചാ പോവുക. സ്കൂളിട്ടാലോ ഓടി വരും. എന്നിട്ട് 5 മിനിറ്റ് വീട്ടിലെത്തി കുളിച്ച് അതങ്ങനെ ഡ്രസ്സ് മരവും കളിക്കാൻ പോയി. കുട്ടി ഫ്രീ ആയി. നിങ്ങളെ കുട്ടി 3:30 വരെ 2.5 മണിക്കൂർ ബസ്സിലിരുന്ന് ഈ കുട്ടി ജിദ്ദയിലെത്തി. ആ ജിദ്ദയിൽ നിന്ന് കുട്ടി സ്കൂളിലിരുന്ന് 7 മണിക്കൂർ സ്കൂളിലേ ഇരുന്ന് ചാപ്പിളി പിളി. അതാണെങ്കിൽ എപ്പം നോക്കിയാലും പരീക്ഷ, എപ്പം നോക്കിയാലും ചോദ്യം ചോദിക്കൽ, എന്ത് നോക്കിയാലും പഠിത്തം. ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങണ ശമ്പളം നിങ്ങളെ കുട്ടിയേക്കാ കൊടുക്കണ്ടേ? ആ കുട്ടി എടുക്കുന്ന പണി നിങ്ങൾ എടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. യാതൊരു ശാസ്ത്രീയതയുമില്ലാതെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഉള്ളത് ഗൾഫ് കൺട്രീസിലെ ഇന്ത്യൻ സ്കൂളുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ശാസ്ത്രീയത അവിടെ ഇല്ല. നിങ്ങളെന്താ നോക്കുക കുട്ടീൻ്റെ? നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് എപ്പോഴെങ്കിലും ചോദിച്ചോ, ടീച്ചറെ എൻ്റെ കുട്ടീൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ടീച്ചർ ഒരു പാരൻ്റ് ചോദിച്ചോ? ഇല്ല. 80-ൽ 79 ഒന്നവിടെ പോയി. ഇതിനൊക്കെ സ്കൂളിൽ പണി ലീവാക്കി പോണ ആൾക്കാരുണ്ട്. കുട്ടിൻ്റെ ഒരു മാർക്ക് ചോദിക്കാൻ പണി ലീവാക്കി പോവുക. മാസത്തിൽ ഇത്രയും പൈസ കൊണ്ട് അടക്കിയിട്ടുണ്ട്, 80-ൽ 80 കിട്ടണം. അപ്പോൾ ടീച്ചർമാരെന്താ ചെയ്യാന്നറിയോ? പരീക്ഷൻ്റെ സമയത്ത് കുട്ടിക്ക് അടുത്ത് ചെന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർമാർ വരെ ഉണ്ട്. CBSE നിവൃത്തില്ല, ടീച്ചർക്ക് ജീവിക്കണ്ടേ? നിങ്ങളെ കുട്ടിക്കൊരു മാർക്ക് കുറഞ്ഞാൽ നിങ്ങളത് കംപ്ലൈൻ്റ് ആക്കും. നിങ്ങളെ കംപ്ലൈൻറ്റ് ഏറ്റെടുക്കുക പ്രിൻസിപ്പാൾ ഏറ്റെടുക്കുക ഹെഡ്. ഇതൊക്കെ കൂടി പ്രശ്നം. ഈ ടീച്ചർ പോരാ, ആ ടീച്ചറെ പിരിച്ചു വിട്ടാൽ പിന്നെ ശമ്പളം നിങ്ങൾ കൊടുക്കുമോ? അപ്പോൾ ആ ടീച്ചർക്ക് നിലനിൽക്കാനുള്ള വഴി എന്താണെന്നറിയോ? എന്ത് കള്ളത്തരം കാണിച്ചും കുട്ടിക്ക് 80 മാർക്ക് ഇട്ട് കൊടുക്കുക അല്ലേ? അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പഠിക്കുന്ന കുട്ടി എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ തൊള്ള തുറക്കാത്തത്. ഒന്നും പഠിച്ചില്ല, എല്ലാത്തിനും മാർക്കുണ്ട്, 80-ൽ 80 അല്ലേ? നിങ്ങളെപ്പോഴും ചോദിച്ചോ, ടീച്ചർ എൻ്റെ മോൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഇല്ലല്ലോ, നിങ്ങളതിൻ്റെ സ്കൂളിൽ പറഞ്ഞ സ്വഭാവം നന്നാക്കാനല്ലല്ലോ, 80-ൽ 80 കിട്ടാനല്ലേ അല്ലേ? കുട്ടിക്കോ 79 മാർക്കുള്ള പേപ്പർ കയ്യിൽ കിട്ടിയ ഞങ്ങളെ കുട്ടിക്ക് സന്തോഷമാവൂലേ? അത് വീട്ടിലെത്തിയ ബാക്കി കേൾക്കാം. കാരണം എന്താ? ഉമ്മയും ബാപ്പയും സ്ട്രെസ്ഡാണ്. ഈ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ജോലി എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നെനിക്ക് ഉറപ്പാണ്. എന്നും ജിദ്ദയിൽ പോയിട്ട് ജിദ്ദയിൽ നിന്ന് മക്കത്തേക്ക് വന്ന് നിങ്ങൾക്ക് ജോലിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ നമ്മൾ കുട്ടീനെ കുട്ടിക്ക് അതാണ് വിട്ട് അവൻ യാത്ര ചെയ്യട്ടെ. 7 മണിക്കൂർ തുടർച്ചയായിട്ട് ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. 2 വേദനകളാണ് ലോകത്തെ ഏറ്റവും വലിയ വേദന എന്നാണ് ആൾക്കാർ പറയുന്നത്. 2 വേദന. ഒന്നാമത്തെ വേദനൻ്റെ പേര് പ്രസവ വേദന എന്നാണ്. അത് ഞാനും നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അതാണത്ര ലോകത്തെ ഏറ്റവും വലിയ വേദന. അത് പെണ്ണുങ്ങളാണ് സഹിക്കുക. റെഡി? രണ്ടാമത്തെ ഒരു വേദനൻ്റെ പേര് നിങ്ങൾക്ക് അറിയോ?
അതിൻ്റെ പേരാണ് പ്രസംഗവേദന. എടി, ഞാൻ ഈ പറയണത് നിങ്ങൾക്കൊരു ബോറിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യാൻ എന്താണെന്നറിയോ? പോകാം അല്ലേ, ഓലേ നീറ്റ് ഓലേ. പക്ഷെ നിങ്ങളിരിക്കുന്നത് CBSE ക്ലാസ്സിലാണ്, നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയും, തീരുമാനമാക്കട്ടെ നമ്മൾ. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, ഇയാളെ ഈ പ്രസംഗം കൊണ്ട് ഒരു കാര്യം കിട്ടാനില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്തിട്ട് ആരോ വിളിക്കുന്ന മാതിരി കാണിച്ച് ഒറ്റ പോക്കാ പുറത്തേക്ക്. പിന്നെ ഇങ്ങോട്ട് കയറൂല അല്ലേ? പിന്നെ കുറച്ച് വാട്സാപ്പൊക്കെ നോക്കി ഫേസ്ബുക്കൊക്കെ നോക്കി പെണ്ണുങ്ങളും കൂട്ടിയിട്ട് പോകും. പെണ്ണുങ്ങൾ പിന്നീടുള്ള കുടുങ്ങിയോണ്ട് എണീച്ചോനും വയ്യ. ഇതെല്ലാം സംഭവിക്കുക. നിങ്ങളെ കുട്ടി ക്ലാസ്സിലിരിക്കുന്നു, സയൻസ് ക്ലാസ് എടുക്കുന്നു, മഹാബോറ് ക്ലാസ്, കുട്ടി എന്ത് ചെയ്യും? അങ്ങനെ 7-8 പീരീഡ് ടീച്ചർമാർ കയറി ഇറങ്ങുക ക്ലാസ്സിൽ. ഇത് മുഴുവൻ കേട്ട് 3:30 വിടുന്ന കുട്ടി ബസ് കയറിയാണ്ട് പിന്നെ 2.5 മണിക്കൂർ. ഈ 2.5 മണിക്കൂർ കഴിഞ്ഞ് കുട്ടി പുരയിലെത്തിയാലോ? മോനെത്തിയില്ലേ, യു ആർ ഫ്രീ തന്നെ. എന്താന്നിടത്ത് തന്നെ നിങ്ങൾക്കറിയാലോ. ഇനി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥ, കുട്ടികൾ കേൾക്കില്ലേ ആയിരിക്കും ഞാൻ കേട്ടോ, എന്താ നഞ്ഞ പ്രശ്നമൊക്കെ കൂടിയത്, നാളെ ഞാൻ സ്കൂളിൽ പോലും അറിയും. ഇനി അങ്ങോട്ട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പണിയെടുക്കുന്ന എത്ര സമയമാണ്? കുട്ടിയോ ഓനെത്ര ശമ്പളം? നല്ലത് CBSE സ്കൂളിൽ നിന്ന് പേര് വെട്ടിയിട്ട് എന്തെങ്കിലും പണിക്കാരനെ വെച്ചേക്ക കുട്ടീനെ. അത്രയും സമയം ആ കുട്ടി പണിയെടുത്താൽ നിങ്ങളത് ശമ്പളം കിട്ടും. നമ്മൾ എന്നിട്ട് പറയാണ് ഇങ്ങനെയാണ് പ്രശ്നം എന്ന്. ഞാൻ നാട്ടിൽ ഡ്രൈവ് ചെയ്തിങ്ങനെ പോകുമ്പോൾ ഒരു ബേക്കറിയിൽ നിർത്തി, നാട്ടിലാട്ടോ, ബേക്കറി നിർത്തി. ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങണമെന്ന് വിചാരിച്ച് കുറച്ച് സാധനം ഇങ്ങനെ വാങ്ങുമ്പോൾ ആ ബേക്കറിയിലെ ക്യാഷിലിരിക്കുന്ന ആൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നു. അപ്പോൾ ഒരാൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമാവുമല്ലോ. അപ്പം ഞാൻ ഒന്നുകൂടി ഡീസൻ്റായി. നിന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉള്ളതുകൊണ്ടാണോ നോക്കണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒക്കെ ഒന്ന് ഡീസൻ്റായി. കുറച്ച് പുഞ്ചിരിയൊക്കെ വരുത്തി സാധനം ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് ബില്ലെടുക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. കുടുങ്ങി. ഞാൻ പറഞ്ഞു, എവിടെ കണ്ടിട്ട്? നിങ്ങളെവിടെ കണ്ടിട്ടുണ്ട്? നിങ്ങളെ സൗണ്ടും എനിക്ക് പരിചയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഏതെങ്കിലും പ്രസംഗത്തിൽ. തന്നെ ഞാൻ നിങ്ങളൊന്ന് കിട്ടാൻ നിൽക്കേനി. ക്യാഷ് വാങ്ങണത് നിർത്തി വെച്ച് ആ ചങ്ങായി പുറത്ത് കണ്ട് ഇറങ്ങിയിട്ട് ഇന്നെ കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂൾ ബാർ ഉണ്ട്, അതിൻ്റെ മൂലക്കിലിരുത്തി. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? അതെ, എൻ്റെ മോന് ട്യൂഷന് പോകാൻ ഭയങ്കര മടി. അയാളെ പ്രശ്നമാപ്പോൾ അത് നാട്ടിൽ. ഞാൻ ചോദിച്ചു, മോൻ എത്രല്ല പഠിക്കുന്നത്? 7th. അടുത്ത കൊല്ലം 8 അല്ലേ സാറേ? അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ 10 അല്ലേ? നമ്മളിപ്പോഴേ നോക്കണ്ടേ? നമ്മൾ നോക്കണം. എന്നിട്ട് അവന് എപ്പോഴാണ് ട്യൂഷൻ? സ്കൂൾ വിട്ട് വന്നാൽ ട്യൂഷൻ. എങ്ങനെ ട്യൂഷൻ? അത് അപ്പുറത്തൊരു വീട്ടിൽ 3-4 കുട്ടികളെ ഒരു പെണ്ണ് പഠിപ്പിക്കുന്നുണ്ട്, അതാ ട്യൂഷൻ. എപ്പോൾ തുടങ്ങും? സ്കൂൾ വിട്ടാൽ തുടങ്ങും. ശരി. എന്നിട്ട് അയാൾ എന്നോട് ചോദിക്കുക, ഇവനെ ഒന്ന് ട്യൂഷന് പറഞ്ഞേക്കാൻ എന്താണ് വഴി? അപ്പം ഞാനിങ്ങനെ ചിരിച്ചു അയാളോട്. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ഇതാരതാ ഈ ബേക്കറി? അയാൾ പറഞ്ഞു, എൻ്റെത്. ഞാൻ തുടങ്ങി, ബേക്കറിയാണ്. എപ്പോൾ തുറക്കും? 8 മണിക്ക്. എപ്പോൾ പൂട്ടും? 9 മണിയാകുമ്പോൾ പൂട്ടും. ശരി, നിങ്ങൾ 8 മണിക്ക് ബേക്കറിയിൽ വന്നു, 9 മണിക്ക് ബേക്കറി പൂട്ടി. വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങളെ ഭാര്യ പറയാണ്, കയറാനായിട്ടില്ല, 3 മണിക്കൂറും കൂടി ബേക്കറിയിൽ ഇരുന്നിട്ട് വന്നാൽ മതി. നിങ്ങൾ എന്ത് പറയുന്നു ചോദിച്ചപ്പോൾ അയാൾ പറയാ, ഓളെ അടിച്ച് ഞാൻ കൊല്ലും. ഇത് 9 മണി വരെ ഇവിടെ ഇരുന്ന് തല പുണ്ണായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ ഒന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ഓള് പറയാണ്, ഒരു ബേക്കറിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഒരു ബേക്കറിയിൽ 3 മണിക്കൂർ ഇരുന്നിട്ട് വന്നാൽ മതി. ഇനി നിങ്ങൾ ഈ കുട്ടീൻ്റെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാ, ഈ ചങ്ങാതി രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ക്ലാസ്സിലിരുന്ന കുട്ടി വീട്ടിൽ സ്വൈര്യത്തിൽ കയറുമ്പോൾ ഉമ്മ പറയാണ്, കുളിച്ച് മാറ്റി ട്യൂഷൻ. നിങ്ങളെ കുട്ടീൻ്റെ കയ്യിൽ തോക്ക് കിട്ടാതെ നോക്കണം. ആദ്യം വെടിവെച്ചിട്ട് നിങ്ങളായിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിച്ചോ നമ്മുടെ മക്കൾക്ക് എന്തു പറ്റി എന്ന്? നിങ്ങൾ തീരുമാനിച്ചോ അല്ലേ? അതുകൊണ്ട് 2 ആളും ജോലിക്ക് പോകുന്നുണ്ട്.
നാളെ നിങ്ങളെ ബിൽഡിംഗ് ഓണറോട് പറയാം ഞങ്ങൾ വീട് ഒഴിയാണ് ജിദ്ദയിലേക്ക്. 2.5 മണിക്കൂർ നിങ്ങൾക്ക് യാത്രയുണ്ട്, നിങ്ങൾക്ക് 1 മണിക്കൂർ എന്നാ പോരെ ജിദ്ദയിൽ നിങ്ങോട്ട്. നിങ്ങൾ കാറിൽ കയറി ഒറ്റടിക്ക് വിടുകയല്ലേ സ്പീഡ് ട്രാക്കിൽ. ബസ് 80-ലും 60-ലാണ് പോവുക, നിങ്ങൾക്ക് 120 വരെ പോവാം ജിദ്ദ മക്ക റൂട്ടിൽ. നമ്മളൊന്നിനും തയ്യാറല്ല. എല്ലാം കുട്ടികളുടെ തലയിൽ ഇട്ടിട്ട് അവരെ സ്ട്രെസ്ഫുൾ ആക്കുന്നു. ഈ കുട്ടിയുടെ സ്ട്രെസ് കുറയ്ക്കാൻ കുട്ടി കണ്ടെത്തുന്ന മാർഗം എന്താ? കളിക്കാൻ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടോ? ഗ്രൗണ്ട് പോയാൽ തന്നെ കുട്ടീനെ പിന്നെയൊക്കെ കൂടി ഉണക്കമുന്തിരി മാതിരി കൊണ്ടുവരേണ്ടി വരും. അമ്മാതിരി വെയിലല്ലേ ഇവിടെ. കുട്ടി സ്ട്രെസ് കുറയ്ക്കാൻ കണ്ടെത്തുന്ന വഴി എന്താ? അവൻ്റെ കയ്യിൽ ടാബുണ്ട്, ഫോണുണ്ട്. അവൻ പോകുന്ന വഴികൾ അവൻ്റെ ആസ്വാദനത്തിൻ്റെ വഴികൾ മാത്രമായി മാറുമ്പോൾ കുട്ടി തെറ്റിപ്പോകും എന്ന് നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ജീവിക്കുന്ന നമുക്കൊരു ഔട്ട്ലുക്ക് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം ഞാൻ ചോദിച്ചാലും നിങ്ങൾ പറയും ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യണത്? തന്നെ തന്നെ മക്കളോട് ചോദിച്ചാൽ മക്കൾ പറയും ഞങ്ങൾക്ക് വേണ്ട. ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കാം. ചില കാര്യങ്ങൾ നാളെ പണിക്കൊണ്ടേ, പണിയില്ലേ? പോകണം. ദിവസങ്ങൾ മണിക്കൂറുകൾ ദിവസങ്ങളാവും, ദിവസങ്ങൾ ആഴ്ചകളാവും, ആഴ്ചകൾ മാസങ്ങളാവും, മാസങ്ങൾ കൊല്ലങ്ങളാവും. മുടിയൊക്കെ നിരച്ച് ഒടിഞ്ഞൊക്കെ നിങ്ങൾ അറിഞ്ഞണല്ലോ അല്ലേ? കണ്ണാടി നോക്കലുണ്ടോ? പിന്നെ ഈ മക്കത്ത് നിൽക്കുമ്പോഴൊരു ഗുണം തരാം നിങ്ങൾക്ക്. ഇടയ്ക്കൊന്ന് ഉംറ ചെയ്യണോണ്ട് മുടി വല്ലാതെ ചീകിയൊക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നരച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞണല്ലോ അല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യസന്ധമായിട്ട് ഉത്തരം പറയുമോ? നിങ്ങൾ മക്കത്തെ ജോലി നിർത്തി നാട്ടിൽ പോകാൻ എന്നാ ഉദ്ദേശിക്കുന്നത്? ഉത്തരങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ മതി. ഡേറ്റ് പറയണ്ട, കൊല്ലം പറഞ്ഞാൽ മതി. ഞാൻ പോട്ടെ, ഞാൻ ആ ചോദ്യം പിൻവലിച്ചു. നിങ്ങൾ അവസാനം മക്കത്ത് നിന്നെ തല്ലിക്കൊല്ലണ്ടല്ലോ കേട്ടോ. ചോദ്യം പിൻവലിച്ചു. ശരി, ഒരു 3 വർഷത്തേക്ക് വിദേശത്ത് ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് നെയ്യത്ത് വെച്ച് ഇവിടേക്ക് വന്നവർ എന്ന് കൈവക്കിയ കണ്ടേ. ഒരു 5 കൊല്ലം സൗദിയിൽ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് നെയ്യത്ത് വെച്ച് വരുന്ന കൈവക്കിയ കണ്ടേ. ഇപ്പം എത്ര കൊല്ലമായി? 8 ആയില്ലേ? ശരി, ഓക്കെ. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കിയ കാണട്ടെ. എത്ര കൊല്ലമായി? ഞാൻ ദുബായിൽ പോയപ്പോൾ നരച്ച് വയസ്സായി താടിയൊക്കെ തൂവള്ള കടലുള്ളൊരു മനുഷ്യനെ കണ്ടു. അയാളോട് സലാമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണ്? സ്ഥലമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇവിടെ ഉണ്ട്? ചോദിച്ചു ഇവിടെ ഉണ്ട്, തിരിച്ചു പോകണ്ടേ? അപ്പോൾ അയാൾ ചിരിച്ചിട്ട് എന്നോട് പറയാം, സാറേ നാട്ടിൽ ഞാൻ ചില പണിയൊക്കെ ആയിട്ട് നടക്കായിരുന്നു. എൻ്റെ 2 പെങ്ങന്മാരെ കല്യാണം കഴിക്കാണ്ടായിരുന്നു. 5 കൊല്ലം കൊണ്ട് 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ച് തിരിച്ച് നാട്ടിൽ പോകണമെന്ന് വിചാരിച്ച് വന്ന ആളാണ് ഞാൻ. ഞാൻ ചോദിച്ചു എന്നിട്ട് 42 കൊല്ലമായി. അപ്പം നിങ്ങൾക്ക് ആവണേ ഉള്ളൂ, നിങ്ങൾ 13 ആയിട്ടുള്ളൂ, ആവണേ ഉള്ളൂ. ഇനിയൊരു 30 കൊല്ലമൊക്കെ പോകും ഇവിടെ. ഇനിയൊരു 30 കൊല്ലമൊക്കെ പോകും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ തിരിച്ച് ചെല്ലും. എങ്ങോട്ടെന്നറിയോ? നിങ്ങളെ ചണ്ടിയായിട്ട് പിന്നെ എന്തിനാ നാട്ടിക്ക്? നല്ല കാലമൊക്കെ ഇവിടെ കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് ചണ്ടിയായിട്ട് തിരിച്ചെന്നാൽ മയ്യത്തിൻ്റെ കൂടെ വരാൻ പോലും ആളുണ്ടാവില്ല അല്ലേ? എല്ലാം കഴിഞ്ഞ് ചണ്ടിയായി, നടുവേദന, പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, എല്ലാം ഉണ്ടല്ലേ, ഉണ്ടാവുമല്ലോ. ഒക്കെ കഴിഞ്ഞ് ആർക്കും വേണ്ടാതാവുമ്പോൾ നാട്ടിൽ എന്നിട്ട് പെണ്ണുങ്ങളെയും കൂട്ടിയാണ് ചെന്നാണ്ട് പറയും ഇനി നമുക്കൊന്ന് ജീവിക്കാം. ഇതിലേറ്റവും ദുരന്തം എന്താണെന്നറിയോ? ഇവിടെ 2 പേരും ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിതമെങ്കിലും കിട്ടും. ഭാര്യ നാട്ടിൽ, നിങ്ങൾ ഇവിടെ. എന്നിട്ട് വയസ്സാം കാലത്ത് ഒന്നിന് തല പൊന്താത്ത മനുഷ്യൻ പെണ്ണുങ്ങളടുത്ത് പോയിക്കാണ്ട് ഇനി നമുക്ക് ജീവിക്കാൻ തന്നെ കൂടെ പറയും അവിടെ മൂലൊക്കെ കിടന്നോളൂ. എന്ത് നേടി എന്ന് നിങ്ങൾ ചിന്തിച്ചണോ? ഞാൻ എന്താ പറഞ്ഞത്? ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനിത്തിങ്. ജീവിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒരേ ഒരു ജീവിതമാണ് ഈ ദുനിയാവിലുള്ളത്, ഒറ്റ ജീവിതം. ഇനി ജീവിതം ഭൂമിയിലില്ല. നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ചെല്ലുക പരലോകത്തേക്കാണ്. ഇതല്ല, ഇതൊന്നേ ഉള്ളൂ. ഈ ജീവിതത്തിൽ ആകെ നമ്മളൊരു 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിക്കുള്ളൂ. എത്രയായി നിങ്ങൾ കൂട്ടി നോക്കണം. ഇനി എത്ര ഉണ്ടെന്ന് കൂട്ടി നോക്കണം. ഉണ്ടോ? അത് മണിക്കൂറുകൾ, ദിവസങ്ങളും, ദിവസങ്ങൾ ആഴ്ചകളും, ആഴ്ചകൾ മാസങ്ങളും, മാസങ്ങൾ കൊല്ലങ്ങളായിട്ട് പോകും. കൊല്ലത്തിൽ ഒരിക്കലല്ലേ ലീവ് കിട്ടുക?
ഒരു ലീവ് കഴിഞ്ഞ് വന്ന് അടുത്ത ലീവ് പെട്ടെന്നാവും. ലീവായോ, പോവാ, അവിടെ പോയി ജഗ പോക, തിരിച്ചു വന്ന് ഇങ്ങനെ എല്ലാ പോക്കിനും വിചാരിക്കും ഇനി ഇവിടെ നിൽക്കണം. അടുത്ത പോക്കിനും നിങ്ങളാ വിചാരിച്ചാൽ മതി. അപ്പം ഇനിയും കൂടി ഒന്ന് ഓർത്താൽ മതി. ഉണ്ടോ? ഒരു താടിയും മുടിയും നിറച്ച ഒരു വയസ്സായ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. 42 കൊല്ലം നിങ്ങൾ ഓർക്കണം. ചിന്തിക്കണം. നമ്മൾ വലിയ ചിന്തക്ക് തിരികൊടുത്തണം. മക്കള് ഏറ്റവും പ്രധാനമാണ്. ഞാൻ എന്താ പറഞ്ഞത്? അവൾ കാണുന്നത് കാഴ്ചപ്പാടായിട്ട് മാറും, അവർ കേൾക്കുന്നത് കാഴ്ചപ്പാടായി മാറും, കളിക്കുന്നത് കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. മക്കൾ എന്ത് കാണുന്നു എന്നത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ? പാരൻ്റൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കുട്ടിയെ നിയന്ത്രിക്കാം. ഞാൻ സൊല്യൂഷനാണ് പറയണേ. അല്ലാതെ നിങ്ങൾ നാളെ തന്നെ പോയിട്ട് ജോലി രാജിവെച്ചിട്ട് നാട്ടിൽ പോയിട്ട് കൂലിപ്പണി എടുത്ത് ജീവിക്കുക. നാട്ടിൽ ഇതിനും ഇല്ല ഇഷ്ടമാണ്. അവിടെ ആകുമ്പോൾ അറമ്പ് പോയിട്ട് നിസ്കാരെങ്കിലും കിട്ടും, അവിടെ കിട്ടൂല. കണ്ടോ? ഞാൻ നിങ്ങൾ ഇവിടുന്ന് ജോലി ഒഴിവാക്കി പോകാനല്ല പറഞ്ഞത്. ചില എൻലൈറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ തലച്ചോറിൽ കിട്ടു തന്നു. ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇനി നിങ്ങളുടെ കുട്ടി, ആ കുട്ടിയെ നിങ്ങൾ അല്പം ചില കൺട്രോളിങ് മെഷേഴ്സ് ഉപയോഗിച്ച് അവൻ്റെ കാഴ്ചയെ കൺട്രോൾ ചെയ്യണം. പാരൻറ്റിങ് ആപ്പുകൾ ഉപയോഗിക്കാം. നമ്മൾ കാണാതെ നമ്മളറിയാതെ കുട്ടിക്ക് കയറാൻ കഴിയില്ല. പക്ഷേ ആ പാരൻറ്റിങ് ആപ്പ് നോക്കാനുള്ള സമയം നിങ്ങൾക്ക് വേണമെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അത് നോക്കാനൊരു ബംഗാളിനെ ഏൽപ്പിക്കണം. അതിന് 600 റിയാൽ ശമ്പളം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒഴിവുണ്ടേ? ഇതിപ്പോഴാണ് നോക്കുക കുട്ടി എന്തൊക്കെ കയറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനം മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാം? നിങ്ങൾ പ്ലേ സ്റ്റേഷന്, അതിൻ്റെ പേരാണ് സമയം. ഈ സമയം കുട്ടിക്ക് കൊടുക്കുന്നു ഉറപ്പ് വരുത്തണം. എത്ര ജോലി തിരക്കിനിടയിലും ആണും പെണ്ണും ജോലിക്ക് പോകുന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെങ്കിലും ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. മാർക്ക് ചെയ്ത് വെക്കണം. വലിയ വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ക്ലീനിങ് സ്റ്റാഫുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യണത് അല്ലേ? മാർക്ക് ചെയ്ത് ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താനാണ്. ആ ഒരു പേപ്പർ ഏതെങ്കിലും ക്ലീനിങ് സ്റ്റാഫിനോട് വാങ്ങി ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. എന്നിട്ട് മക്കളെ കൂടെ ഞാൻ ഇരുന്നു എന്ന് ഉറപ്പ് വരുത്തണം. മക്കൾ മാത്രം പോരാ, ഉമ്മയും ബാപ്പയും മക്കളും ചേർന്നിരിക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് ക്വാളിറ്റി ടൈം. ഒരു കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഈ ക്വാളിറ്റി ടൈമാണ്. ഈ സമയത്ത് ഉപ്പ ഫോൺ മാറ്റി വെക്കണം, ഉമ്മ ഫോൺ മാറ്റി വെക്കണം, മക്കളും ഫോൺ മാറ്റി വെക്കണം. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരു സമയം ദിവസത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കഴിയില്ല എങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം. കഴിയില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഈ മക്കളുടെ കൂടെ. ഇവിടെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് ഇവിടെ അല്ലേ? ഞാൻ ജിദ്ദയിൽ നിന്ന് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഹർത്താലാണോ? അപ്പോൾ ഓടിക്കുന്ന ചങ്ങാതി വല്ലാതെ പരിചയം. ഹർത്താലോ? അതെന്താ സാധനം? നാട്ടിൽ ഇങ്ങനെയാണ്, ഒരു പീടിയും തുറക്കില്ല, ഒരു വണ്ടി റോട്ടിലുണ്ടാവില്ല, അതിന് ഹർത്താൽ എന്ന് പറയുക. അപ്പോൾ അവൻ പറയുക അവിടെ ഹർത്താൽ എന്ന് പറയും, ഇവിടെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച നിങ്ങൾക്കൊക്കെ എന്താ പണി? ഉറക്കം. നിങ്ങളതൊക്കെ നടക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഉറക്കം നടക്കില്ലേ? ഇല്ലേ? നിങ്ങൾ എൻജോയ്മെൻറ്റ് നടക്കില്ലേ? ഉണ്ടേ. നിങ്ങൾ ജോലി നടക്കില്ലേ? കുട്ടീനെ എന്താ നടക്കണേ? 80ൽ 80 അല്ലേ നടക്കണ്ടേ? അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? മദ്രസ, സ്കൂള്, ട്യൂഷന്. പാവങ്ങൾ പാവങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചു എന്ന് മാത്രം. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ചില വിഷയങ്ങൾ. എന്താ പരിഹാരം? നമ്മൾ പെട്ടു, ഇങ്ങനെയൊക്കെയായി, എന്താ പരിഹാരം? പരിഹാര മാർഗങ്ങൾ ധാരാളമുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന സമയം മക്കൾക്ക് തിരികെ കൊടുക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം പാരൻസിൻ്റെ കയ്യിൽ നിന്നുണ്ടാവണം. എന്നാണ് ഒന്നാമത്തെ പരിഹാരം. ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന സമയം, ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു. ജോലി കഴിഞ്ഞ് വന്ന ഭാര്യ എന്തൊക്കെ ചെയ്യും? അലക്കും, ഭക്ഷണം പാകം ചെയ്യും, ക്ലീനാക്കും. ഭർത്താവ് എന്തൊക്കെ ചെയ്യും? ഇതിലൊക്കെ സഹായിച്ചു എന്ന് വരാം. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെല്ലാം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നു ഇല്ലേ?
കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാധനമുണ്ട്, ഏറ്റവും അമൂല്യമായത്, അത് ടൈമാണ്. നിങ്ങൾ അതിനെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക? എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്ത്രീകളോട്, നിങ്ങൾ ജോലിക്ക് പോകുന്ന ഉമ്മയാണെങ്കിൽ ജോലി കഴിഞ്ഞു വന്നാൽ ആദ്യം ചെയ്യുക അലക്കാനുള്ളത് എടുത്ത് വെക്കലല്ല, ഭക്ഷണം ഉണ്ടാക്കലല്ല. നിങ്ങൾ കാത്തിരിക്കുന്ന കുട്ടികളുടെ കൂടെ അല്പസമയം ഒന്ന് ഇരുന്ന് കംഫർട്ടബിളായിട്ട് മാത്രമേ മറ്റു പണികളിലേക്ക് പോകാവൂ. ബാക്കിയുള്ള എല്ലാ പണിയും ആർക്കെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റും. പക്ഷേ ഡ്രസ്സ് അലക്കാൻ നിങ്ങൾക്ക് പുറത്ത് കൊടുത്താൽ മതി, അലക്കി തേച്ച് തരും. പക്ഷെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചിന്തിക്കണം. ഈ ചിന്ത ഒരു വലിയ ചിന്തയായി നിങ്ങളുടെ മനസ്സിനുള്ളിൽ വേണം. അപ്പം നഷ്ടപ്പെട്ടു പോകുന്ന സമയം നിങ്ങൾ മാറ്റിവെക്കുന്ന മറ്റു ജോലികളുടെ കൂടെ ആദ്യത്തെ പരിഗണന കുട്ടിക്ക് നൽകണം. ബാപ്പ ജോലി കഴിഞ്ഞ് വന്നാൽ ആദ്യത്തെ പരിഗണന, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, ആദ്യത്തെ പരിഗണന എന്താ? ഉറങ്ങണം. 3 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് എടുത്ത ആളുകൾ എനിക്കറിയാം. 3 ബെഡ്റൂം. എന്തിനാ 3 ബെഡ്റൂം? ഒരു ബെഡ്റൂം ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി കിടക്കാൻ, ഒരു ബെഡ്റൂം മക്കൾക്ക്, ഒരു ബെഡ്റൂമോ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നാൽ അയാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. മറ്റേ ബെഡ്റൂമിൽ ഭാര്യ വരും, അപ്പോൾ ഉണർന്നു പോകും ഉറങ്ങാൻ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ തിരികെ പിടിക്കുമ്പോൾ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പാരൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ടൈം നിങ്ങൾ തിരികെ കൊടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാക്കണം. ഇനി രണ്ടാമത്തത് എന്താ? ആദ്യത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ കാണുന്നത്, അവർ കേൾക്കുന്നത്, അവർ കളിക്കുന്നത് നമ്മൾ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ കുട്ടികളുടെ കാഴ്ചപ്പാട് മാറിയതിന് ശേഷം, കുട്ടി പ്രശ്നമായതിനു ശേഷം പിന്നെ ഒരു പരിഹാരം അതിനുണ്ടാവില്ല. ഒരു പോൺ വീഡിയോ കുട്ടി കണ്ടുപോയാൽ പിന്നെ അതിന് പരിഹാരമില്ലല്ലോ. കണ്ടത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും പടച്ചോൻ ഇതുവരെയുള്ള കുട്ടിയൊക്കെ വെച്ചിട്ടില്ല. ഇനി വരാൻ പോണേന് ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. റീസെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് എന്ത് ചെയ്യും? അപ്പം നമ്മളിത് നിയന്ത്രിച്ചേ പറ്റൂ. ഈ മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താ? ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരിക്കാൻ ഒരു ദിവസത്തിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് കിട്ടുമെങ്കിൽ അതിൻ്റെ പേര് ക്വാളിറ്റി ടൈം എന്നാണ്. അതുണ്ടാക്കുക. ഇതുണ്ടാക്കലൊക്കെ പ്രധാനമാണ്. ഇനി മൂന്നാമത്തത് എന്താ? നാലാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഒരു കുട്ടിയെ സ്വാധീനിക്കുക. ഒന്ന് ഹെറിഡിറ്റി, രണ്ടെന്തായിരിക്കും? എൻവിയോൺമെൻറ്റ്. ഫൈൻ. ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ്. കുട്ടി നല്ല ദേഷ്യമാണ്, നല്ല ദേഷ്യം നമ്മളെ കുട്ടിക്ക്, റൈറ്റ്? ഈ ദേഷ്യ കുട്ടിക്ക് എവിടെ നിനക്കും കിട്ടിയിട്ടുണ്ടാവുക? അയൽപ്പക്കത്തെ ഫ്ലാറ്റിലുള്ള ആളുടെ ദേഷ്യം നമ്മുടെ കുട്ടിക്ക് കിട്ടൂലല്ലോ. കിട്ടുമോ? ഇല്ല. നമ്മുടെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം, എവിടെ ദേഷ്യം കിട്ടിയിട്ടുണ്ടാവുക? 5-ാമത്തെ വയസ്സിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു വാക്സിൻ കൊടുത്തപ്പം കൂടിയ ദേഷ്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഈ ദേഷ്യം ആരുതാ? അതാണ് കുട്ടി. എടീ, കുട്ടികളെ കുറിച്ചുള്ള സകല പ്രശ്നത്തിനും പരിഹാരം എന്താണെന്നറിയോ? ഒരു മന്ത്രമാണ്. ഒരു മന്ത്രം. എന്താ മന്ത്രം എന്നറിയോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? എഴുതി വെക്കണോ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ കുട്ടീനെ ചെന്ന് നിൽക്കുക, കണ്ണടയ്ക്കുക, മന്ത്രം ഉരുവിടുക 3 പ്രാവശ്യം. മന്ത്രം ഇത്രയേ ഉള്ളൂ: മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല. പ്രശ്നത്തോണ്ടുണ്ട്. പ്രശ്ന സോൾവ് ആയില്ലേ? കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. മത്തം കുത്തിയാൽ മത്തനെ മുളയ്ക്കുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ ആളെ സ്വഭാവം എൻ്റെ കുട്ടിക്ക് കിട്ടണമെന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? നിങ്ങളൊക്കെ നല്ല പഠിക്കായിരുന്നോ? ഇല്ലയെന്ന് ഉറപ്പാണ്. നല്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവും. ഇനി നിങ്ങൾ ഡോക്ടർമാരുണ്ടോ അതിൽ കൈബുക്കി കണ്ട്? ഇല്ലല്ലോ. അപ്പോൾ നല്ല പഠിച്ചില്ല. അപ്പം നിങ്ങളൊക്കെ ആരായിരുന്നു? നിങ്ങളും ഞാനും ഒക്കെ ആരാ? ആവറേജ്. ഈ എൻ്റെ കുട്ടി എന്താ ഉണ്ടാവുക? 80 വാങ്ങണം അല്ലേ? നിങ്ങളെ പിന്നെ പ്രോഗ്രസ് കാർഡും SLC ബുക്കും ഒക്കെ വീട്ടിലുണ്ടോ? കുട്ടി കാണാതെ നോക്കണം. ഉമ്മൻ്റെ ഉണ്ടോ വീട്ടിൽ? കുട്ടി കാണാതെ നോക്കണം. ധൈര്യം നിങ്ങളൊന്ന് കുട്ടീനെ മുമ്പ് കിട്ടുപിടിക്കി. ഉമ്മ കണ്ടോ? ഫുൾ A+. എത്ര ഉമ്മക്ക് A+ ഉണ്ട്? ഞാൻ SLC എഴുതിയത് 1993-94 അന്ന് കേരളത്തിലാകെ SLC പാസ്സായത് 55% മനുഷ്യന്മാരാണ്.
45 തോറ്റി, ഫെയിലായി അല്ലേ? എൻ്റെ മൂത്ത കുട്ടി പഠിക്കുന്നത് +1. ആ പ്രായമാണ് എൻ്റെ പ്രായത്തിലുള്ള പാരൻസിനൊക്കെ ഉണ്ടാകുന്ന മക്കൾ. ഈ SLC ബുക്കാരെ മുമ്പിൽ കിട്ടിയിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? അളമാറ ക്ലീനാക്കുമ്പോൾ ഉമ്മ മക്കളെ കൂടി ചേർന്ന് അളമാറ ക്ലീനാക്കി. അപ്പോൾ അതിന് ബാപ്പാൻ്റെ പഴയ SLC ബുക്ക് കിട്ടി. കുട്ടി അത് എടുത്തു വെച്ചു. ബാപ്പ ജോലി കഴിഞ്ഞ് വന്നപ്പം ബാപ്പക്ക് ഇതാണ് കൊടുത്തു. ബാപ്പ ഇതൊരു മാർക്ക് ലിസ്റ്റാണല്ലോ, അത് പേരും അഡ്രസ്സൊന്നും ബാപ്പ നോക്കിയില്ല. മാർക്ക് ലിസ്റ്റ് കണ്ടതും ബാപ്പ ചീത്ത തുടങ്ങി. എത്ര പൈസ ലഭാക്കിയിട്ടാണ് നിന്നെ പഠിപ്പിക്കണത്, മാർക്ക് വാങ്ങി വെച്ച കോലം കണ്ടില്ല. ചെറുക്കനൊക്കെ കേട്ടുന്നു. അവസാനം പറഞ്ഞു, ഉപ്പ അതിൻ്റെ മേലിൻ്റെ പേരൊന്ന് വായിച്ചു നോക്കുന്നു. പേര് വായിച്ചു നോക്കിയപ്പോൾ ഉപ്പാൻ്റെ മാർക്ക് ലിസ്റ്റാണ്. ഈ പറഞ്ഞതൊക്കെ പറയാ. നമ്മുടെ കുട്ടി നമ്മളെ കുട്ടിയാണ്. ചാൻസുകൾ എന്തൊക്കെയുണ്ടെന്നറിയോ? ഒരു ഭാര്യയും ഭർത്താവും ചേരുമ്പം കുട്ടിയാവും. ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ചേരുമ്പോഴൊരു പ്രശ്നം എന്താ നിങ്ങളുടെ ഭാര്യക്ക് ഒരുപാട് ചീത്ത സ്വഭാവങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാല് നിലത്ത് തട്ടുണ്ടോ നോക്കണം. ജിന്നാവാൻ സാധ്യത ഉണ്ട്. അടിയിൽ കൂടി ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ മതി. ഉണ്ടോ നിങ്ങളെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ? ഒരു കാണൂല, നിങ്ങൾ പറഞ്ഞോ. നമ്മൾ അടച്ചിട്ടാണ്. ഉണ്ടോ? ഉണ്ട്. നിങ്ങളെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ നിന്ന് എന്തൊക്കെ പറയില്ലേ, നമുക്കത് മൈൻഡ് ചെയ്യണ്ട. ഉണ്ടോ? ഉണ്ട്. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഉമ്മാൻ്റെ കുറേ പോസിറ്റീവും ബാപ്പാൻ്റെ നെഗറ്റീവും കുട്ടിക്ക് കിട്ടും അല്ലേ? കിട്ടൂലേ? അങ്ങനെ കിട്ടിയാൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ. പോസിറ്റീവ് ഉണ്ടല്ലോ കുറച്ച്. ഉമ്മാക്ക് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. ഉമ്മാൻ്റെ പോസിറ്റീവ് കിട്ടി, ബാപ്പാൻ്റെ നെഗറ്റീവ് കിട്ടി. ഇപ്പം എന്താ സംഭവിക്കുക? ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളെ കുട്ടി എന്ന്, അത്രേ ഉള്ളൂ. തിരിച്ചും ഉണ്ടാവില്ലേ? ഉമ്മാൻ്റെ നെഗറ്റീവും ബാപ്പാൻ്റെ പോസിറ്റീവും കിട്ടും അല്ലേ? ഉമ്മാൻ്റെ നെഗറ്റീവും ബാപ്പാൻ്റെ നെഗറ്റീവും കൂടി കിട്ടിയാലോ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ഉമ്മാൻ്റെ പോസിറ്റീവും തന്നെ. ഒരിക്കലും കിട്ടൂല. എങ്ങനെ കിട്ടുക? അപ്പോൾ കുട്ടി ഹെറിഡിറ്റിയുടെ ഭാഗമാണ് എന്നർത്ഥം. എൻ്റെ ശബ്ദം എൻ്റെ ഉപ്പാൻ്റെ ശബ്ദമാണ്, എൻ്റെ മുടി ഉപ്പാൻ്റെ മുടിയാണ്, എൻ്റെ പ്രകൃതം ഉപ്പാൻ്റെ പ്രകൃതമാണ്. ഇതോട് തട്ടി ഞാൻ തീരുമാനിച്ചതല്ല. ദാറ്റ്സ് ഹെറിഡിറ്റി. അപ്പോൾ സ്വഭാവവും ഇതുപോലെ കുട്ടീനെ കണ്ടടത്തിന് എൻ്റെ മാതിരി തന്നെ ഒരു കുട്ടിയെന്ന് ഉമ്മയും പാപ്പി പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി മുഖം മാത്രമല്ല സ്വഭാവത്തിലും നിങ്ങളെ മാതിരി ഉണ്ടാവും. നല്ല ദേഷ്യമുള്ള ഉമ്മ കുട്ടി വലുതാകുമ്പോൾ സംഭവിക്കാറിയോ? അതേ ദേഷ്യം കുട്ടിക്കുണ്ടെങ്കിലോ കഴിഞ്ഞ് നിങ്ങൾ പിന്നെ നാട് വിടുകയല്ലേ. ഇതാ പ്രശ്നം. ഇനിയോ ഈ കുട്ടിക്ക് ഹെറിഡിറ്റി ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ ഹെറിഡിറ്റി കുട്ടിക്ക് കിട്ടി. എൻവയോൺമെൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും. ഹെറിഡിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. നമ്മളെങ്ങനെ ഹെറിഡിറ്റി കൺട്രോൾ? നമുക്ക് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ ഇതൊക്കെ വേണമെന്ന് നമുക്ക് പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയില്ല. കുട്ടി ജനിച്ചു, അള്ള തന്നു, ആ കുട്ടിക്ക് അതിൻ്റെ പ്രകൃതം ഉണ്ടാകും ആണല്ലോ. പക്ഷേ ഈ എൻവയോൺമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. എൻവയോൺമെൻറ്റിലാണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള പരിഹാരം എന്താ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ വീട്ടിനകത്ത് സൗഹൃദത്തിലാണ് കഴിയുന്നത് എന്ന് കുട്ടിയെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ കുട്ടീൻ്റെ ലോകം 600 സ്ക്വയർ ഫീറ്റാണ്. 600 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലുതായി. 400-300 സ്ക്വയർ ഫീറ്റാണ് ഒരു ഫ്ലാറ്റ്. നിങ്ങളെ കുട്ടീൻ്റെ ലോകം അതാ. ഈ ഫ്ലാറ്റിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് പണ്ടത്തെ കാലത്തെ ജീവിതവും ഫ്ലാറ്റിലെ ജീവിതവും ഒരേപോലെയാണ്. പണ്ട് കാലത്തെ വീടുകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബെഡ്റൂമുകൾക്കൊക്കെ മോൾ ഭാഗത്ത് ചുമരുണ്ടാവില്ല. ഓടിച്ച വീട് നിങ്ങൾക്ക് അറിയാലോ, ബെഡ്റൂമിൻ്റെ ഒരു ചുമരുണ്ടാവും, മോൾ ഭാഗത്ത് കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പുറത്തെ റൂമിൽ നിന്ന് എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കി അപ്പുറത്തുനിന്ന് അമ്മായിമ്മയും അമ്മോശനും കേൾക്കും. അതുകൊണ്ട് മിണ്ടാതെക്കും, ഒച്ച ഉണ്ടാക്കൂല. ചിലപ്പോൾ അമ്മോശൻ്റെ കയ്യിൽ ടോർച്ച് ഉണ്ടാവും, അടിച്ചു നോക്കുകയൊക്കെ ചെയ്യും മേലെ കൂടി, ഇതെന്താ അവിടെ കച്ചറാന്ന് അല്ലേ. അപ്പോൾ ഒരു സാധനം പറയാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും അപ്പുറത്തെ റൂമ് കേൾക്കും. ഫ്ലാറ്റോ നിങ്ങളും ഭാര്യയും തമ്മിൽ എന്ത് കച്ചറുണ്ടെങ്കിലും ഈ 300 സ്ക്വയർ ഫീറ്റിനകത്ത് ജീവിക്കുന്ന മക്കൾക്ക് അത് അറിയാൻ പറ്റുമെന്ന് നോക്കണം. കുട്ടിക്ക് അത് മനസ്സിലാവും. അത് കുട്ടിയുടെ ജീവിതത്തെ, നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഈ കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമോ നീ ഇങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് കുട്ടിയുടെ ജീവിതത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. വളരെ കോർഡിയലായിട്ടുള്ള ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ
ഭാര്യാഭർത്തൃബന്ധം നടക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതിനിടയിലൂടെ കഴിഞ്ഞു പോകുന്ന ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണണം, ദാമ്പത്യം നോക്കിക്കാണണം. ഏറ്റവും പ്രശ്നമുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളിലല്ല. ഏറ്റവും വലിയ ദാമ്പത്യ പ്രശ്നങ്ങളുള്ളത് പ്രൊഫഷണൽസിൻ്റെ ഇടയിലാണ്. നിങ്ങൾ ഓർക്കണം. കാരണം എന്താ, അവർ ഫുള്ളി ഇൻവോൾവ്ഡ് ആണ്. സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ സെക്സ് വരെ നടക്കൂല. കംഫർട്ടബിൾ സിറ്റുവേഷനിൽ ഈ സെക്സ് സ്നേഹമൊക്കെ നടക്കുള്ളൂ. സോഫ്റ്റ് സ്കിൽ, ഹാർഡ് സ്കിൽ എന്ന് പറയുന്ന രണ്ട് സാധനമുണ്ട്. കംഫർട്ടബിൾ ആകുമ്പോൾ ഒരാൾക്ക് ഭയങ്കര രണ്ട് ഭാഗത്തും തോക്ക് ചൂണ്ടി നിന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുക പറഞ്ഞാൽ സ്നേഹിക്കാൻ കഴിയുമോ മനുഷ്യന്? ഇല്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ സെക്സും സ്നേഹവും വരൂ എന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം വേണ്ടത് ഈ പണി എടുക്കുന്നത് പൈസക്കാണ്. അതുകൊണ്ട് ആ പണിയോട്, അതിന് എടുക്കുന്ന പണിയുടെ ആത്മാർത്ഥത കാണിക്കുക, എങ്കിലേ ഹലാലാവും. അത് കഴിഞ്ഞാൽ ആ സാധനം തലയിൽ ചുമന്ന് വീട്ടിൽ കൊണ്ടുവരാതിരിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും, ഈ മിക്ക കമ്പനികളും ഹോസ്പിറ്റലുകളും ഒക്കെ ചെയ്യുന്ന പണി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. മോണിറ്ററിംഗ് ആണ്. ഗൾഫിലൊക്കെ ചില കമ്പനികളിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ്ട് ഒരാളെ ശമ്പളത്തിന് നിർത്തിയിട്ടുണ്ടാവും. അപ്പം ഈ ഇവരെന്ത് ചെയ്യും? ഇതെല്ലാം കൂടി കഴിഞ്ഞ് അവരിങ്ങ് വരും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയ നോക്കണ്ടേ, ഗ്രൂപ്പ് നോക്കണ്ടേ, ഇഷ്ടം നോക്കണ്ടേ, ഫാമിലി ഗ്രൂപ്പ് നോക്കണ്ടേ. അപ്പം മുഴുവൻ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുക ഈ വീട്ടിലുണ്ടാകുന്ന ക്വാളിറ്റി ടൈമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. കോമ്പൻസേഷൻ ഒരിക്കലും, കുട്ടി ഇതിന് വില കൊടുക്കരുത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നല്ലൊരു എൻവയോൺമെൻറ്റ് കുട്ടിക്ക് ഒരുക്കുക, വീട്ടിൽ വളരാൻ, കുട്ടിക്ക് ഓടാൻ, കളിക്കാൻ, ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോവുക. പിന്നെ ഒരിത്തിരി പൈസ കൂടിയാലും കുറച്ചുകൂടി സൗകര്യമുള്ള ഫ്ലാറ്റിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. കുട്ടിക്ക് കളിക്കാനും ഓടാനും ചാടാനും കുട്ടിക്ക് എനർജി ഉണ്ടാവും. മദ്രസൻ്റെ പ്രശ്നം എന്താ? അടങ്ങിയിരിക്കില്ല. ഇപ്പം കണ്ടില്ല നിങ്ങൾ ഓർഡർ, അവർക്ക് കിട്ടിയ ചാൻസാണിത്. ഈ ഓട്ടവും ചാട്ടവും ഒക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്നു. ഇതൊക്കെ എവിടുന്ന് തീരും? മുടി പഠിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത് നിറയെ മുറിഞ്ഞ പാടാ. പണ്ട് മാവുമെന്ന് വീണതാണ് ചെറുപ്പത്തിൽ. ഉണ്ടോ? മാവുമെന്ന് കയറി വീണതാണ്. നമ്മൾ മാവുമ്മ കയറും, ചാടും, ഓടും. നിങ്ങൾ ഈ കുട്ടിയോ? ബ്രോയിലർ ചിക്കന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ ബസ് കുമ്മ കയറ്റി കൊടുക്കുന്നു, അതിലങ്ങനെ ഇരിക്കുന്നു അല്ലേ? ലോറിൻ്റെ കളർ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മഞ്ഞ കളർ ലോറിയാണ്. അതിൽ കുട്ടിയെ കൊണ്ടുപോകുന്നു, അവിടെ ചിക്കൻ ഇറക്കുന്നു, അവിടുന്ന് കുറച്ച് പ്രോസസ്സിങ് നടത്തുന്നു, ചിക്കൻ തിരിച്ച് കയറ്റുന്നു, വീട്ടിൽ നമ്മൾ റിസീവ് ചെയ്യുന്നു, പിറ്റേത് അങ്ങോട്ട് തന്നെ കയറ്റുന്നു. ഇതല്ലേ പരിപാടി. ഇതിനിടയിൽ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ സാധനങ്ങളെ തിരിച്ചു കൊടുക്കാനുള്ളൊരു എൻവയോൺമെൻറ്റ് വീട്ടിനകത്ത് നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഈ മക്കളാണ് അവസാന കാലം നമുക്ക് ഉണ്ടാവുക എന്ന ബോധം വേണം. ഇതൊക്കെ ഇവർക്ക് വേണ്ടി നമ്മൾ പറയും, പക്ഷെ ഇതൊന്നും ഇവർ അംഗീകരിക്കാൻ പോകില്ല. ഇവരിതൊന്നും അംഗീകരിക്കാൻ പോകില്ല. ഉപ്പ ഇത്രയും കഷ്ടപ്പെട്ടത്, നിന്നെ നോക്കാൻ കഴിയാതെ പോയത് മയക്കുമരുന്ന് ഉപയോഗിച്ച് കൗൺസിലിങ്ങിന് എത്തിച്ചേർന്നപ്പോൾ ആ ചെറുക്കനെ ഞാൻ മുന്നിലിരുത്തി. വലിയ ചെക്കനാ, വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകൻ, വലിയ ചെക്കനാ. അവനോട് ഞാൻ ചോദിച്ചു, അവൻ മൂത്ത മകനാ, എന്താ നീ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചത്? ഉടൻ അവൻ പറഞ്ഞു, എൻ്റെ ഉപ്പയും ഉമ്മയാണ് ഇതിന് കാരണം. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? അവരാണോ നിനക്ക് മയക്കുമരുന്ന് തന്നത്? അവർ പറഞ്ഞു, അല്ല, എൻ്റെ ചെറുപ്പത്തിൽ അവർ നോക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെന്തുകൊണ്ടാ? എനിക്കറിയില്ല, എന്നെ നോക്കിയില്ല, ബാക്കിയുള്ളവർക്ക് നോക്കിയാണ്. എന്നെ നോക്കുന്ന സമയത്ത് ഉപ്പാക്ക് സമയമില്ലായിരുന്നു, ഉമ്മാക്ക് സമയമില്ലായിരുന്നു. അപ്പം ഞാൻ ഉപ്പാനെ വിളിച്ചു, ഉമ്മാനെ വിളിച്ചു, ഉപ്പയും ഉമ്മയും മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തേ ഇവന് പറ്റിയത്? അപ്പോൾ ഉപ്പ പറയാണ്, സാറേ, എൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു. ആദ്യത്തെ മകൻ പിറക്കുന്നത് ഈ തിരക്കിലാണ്. അവനെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ മറന്നുപോയി. അതിനിടക്ക് ഒരു പ്രശ്നമുണ്ടായി. ആ മൂത്ത മകന് 1.5 വയസ്സാകുന്നതിന് മുമ്പ് ഈ പെണ്ണ് രണ്ടാമത് പ്രഗ്നൻ്റായി. ഉമ്മ രണ്ടിനും കൂടി നോക്കാൻ കഴിയാതെ ആയപ്പോൾ ഒരു കുട്ടിയെ ഉമ്മ വല്യമ്മനെ ഏൽപ്പിച്ചു. ഉമ്മാനും പാപ്പാനും സ്നേഹം കിട്ടാതെ ഈ കുട്ടി ഇങ്ങനെ വളർന്നു, കുറേ ബോർഡിങ് പഠിച്ചു, സാധനം പഠിച്ചു. അവസാനം ഇവനൊരു റിബലായി മാറി. ഉപ്പ പറയണത് എന്താണെന്നറിയൻ്റെ മുമ്പിൽ, ഇവർക്ക് സ്വത്തുണ്ടാക്കാനായിരുന്നു ഞാനന്ന് ചെയ്തതെന്നാ. ഇവൻ പറയണത് എന്താ പറയുക, നിങ്ങൾക്ക് ആര് പറഞ്ഞു, ആർക്ക് വേണം ഈ സ്വത്ത്? പോയി പണി നോക്കാൻ പറ, എനിക്ക് വേണ്ട, അനിയന്മാർ കൊടുത്തോട്ടെ. കുട്ടികൾ നാളെ അത് ചോദ്യം ചെയ്യും.
അതുകൊണ്ട് കൃത്യമായിട്ട് നാം ബോധമുണ്ടാക്കി വെക്കേണ്ട ഒരു സാധനം, മനുഷ്യൻ എന്ന ജീവിയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ അറിയണം. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? വാലില്ല, ചിരിക്കും, കരയും, അല്ലേ, വിശേഷ ബുദ്ധിയുണ്ട്. ഇതൊക്കെ ഇപ്പം നിങ്ങൾ പറയാൻ പോകുന്നുണ്ടാവുക. അങ്ങനല്ലേ? സംസാരിക്കൂ, ഇതൊക്കെ നിങ്ങൾ പറയാൻ പോണ്. ഇതൊക്കെ നിങ്ങൾ അവിടെ വെച്ചോ. ഞാൻ മനുഷ്യൻ്റെ 3 പ്രത്യേകത പറയാം. നമ്പർ 1, സുദീർഘമായി മക്കളെ പോറ്റുന്ന ജീവി. ശരിയാണോ? ആണോ? കോഴി എത്ര കാലം മക്കളെ പോറ്റും? പൂച്ച, ആട്, പശു. 1 കൊല്ലത്തിനപ്പുറത്ത് കുട്ടീനെ പോറ്റുന്ന ഒരു ജീവിനെ പറഞ്ഞു നിങ്ങൾ, ഞാൻ എന്താ ചകക്ക് തരാം. 1 കൊല്ലത്തിനപ്പുറത്ത് മക്കളെ പോറ്റുന്ന ഒരു ജീവിൻ്റെ പേര് പറയും. ഇല്ല അല്ലേ? ഇല്ലല്ലോ. ഞാൻ പറയാം, മനുഷ്യൻ. നിങ്ങളെ കുട്ടികൾക്കൊക്കെ എത്ര പ്രായമായി? എത്ര പ്രായം മക്കൾക്ക്? 14, 11. എത്ര കൊല്ലം അതിനെ പോറ്റാണ്? 11 കൊല്ലം അല്ലേ? വെരി ഗുഡ്, ഷറായി. 20 വയസ്സുള്ള കുട്ടികളവരില്ലേ ഇതിൽ? എത്ര കൊല്ലം നിങ്ങൾ കുട്ടീനെ പോറ്റാണ്? 20. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അങ്ങനെ സത്യം പറയണേ, ഇതെന്ന് തീരും? ഈ 11 വയസ്സുള്ള കുട്ടീനെ പോയിട്ട് തീരുന്ന ഡേറ്റ് പറയൂ. ഞാൻ കുറേ ഡേറ്റ് നിങ്ങളോട് ചോദിച്ചില്ല, ഒക്കെ അവസാനം തന്നാൽ മതി. തീരൂലേ? 2ാമത്തെ പ്രത്യേകത അതാണ്, ജീവിതം മുഴുവൻ മക്കളെ പോറ്റുന്ന ജീവി. ഇതാ നിങ്ങളെ പണി. കല്യാണം കഴിച്ച് കുട്ടികളായോ? പെട്ട് ഇതിനെ പോറ്റി തന്നെ. ഇനി ജീവിതം മുഴുവൻ ഇതിനെ പോറ്റുക. എന്ന് തീരും? കോഴിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ പോറ്റാം, 4-5 മാസം കൊണ്ട് തീരും. പൂച്ചയാണോ? 6 മാസം കൊണ്ട് തീരും. പട്ടിയാണോ? പെട്ടെന്ന് തീരും. പക്ഷെ നിങ്ങളതൊന്നും അല്ല, മനുഷ്യരാണ്. ഇത് തീരൂല, പെട്ട് ചൊറഞ്ഞ് എന്നും തീരൂല. ഇനിയോ 3, ഞാൻ മനുഷ്യൻ്റെ പ്രത്യേകത പറയുന്നത്. 3ാമത്തെ പ്രത്യേകത എന്താ? മനുഷ്യൻ മാത്രമാണ് മക്കളിൽ പ്രതീക്ഷയുള്ള ജീവി. നിങ്ങൾ പ്രതീക്ഷിക്കില്ലേ നിങ്ങളുടെ മക്കളിൽ? എന്തൊക്കെ ഉണ്ട് അല്ലേ? എന്തൊക്കെ അല്ലേ ഉണ്ട്. ഏതെങ്കിലും ഒരു പട്ടി പ്രതീക്ഷിക്കാറുണ്ടോ? ഞാൻ വയസ്സായി അട്ടം നോക്കി കിടക്കുമ്പോൾ എൻ്റെ മക്കൾ വന്നുകൊണ്ട് തിന്നാൻ തരുന്നു? ഏതെങ്കിലും കോഴി പ്രതീക്ഷിക്കാറുണ്ടോ? വാദം വന്ന് കിടക്കുമ്പോൾ കാല് തിരുമ്പി തരാൻ കോഴി മക്കൾ വരുമെന്ന്? ഏതെങ്കിലും ഒട്ടകം പ്രതീക്ഷിക്കാറുണ്ടോ? ഇല്ല. അവർക്കൊന്നും മക്കളിൽ പ്രതീക്ഷയില്ല. നിങ്ങൾക്കാണെങ്കിൽ ഇല്ലാത്ത പ്രതീക്ഷയാണ്. മക്കൾ നമ്മൾ മറന്നുപോയി. അതിന് ഞങ്ങൾക്ക് മന്ത്രം പഠിപ്പിച്ചു തന്നെ. ആ മന്ത്രം ചൊല്ലിയാൽ കുറേ ആശ്വാസം ഉണ്ടാവും. 3 പ്രാവശ്യം ചൊല്ലണം കേട്ടോ. ഭാര്യക്കും പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടി നോക്കി നിങ്ങളെ കുട്ടി എന്ന് പറയുമ്പോൾ ചോദിക്കണം, മന്ത്രം ചൊല്ലിക്കോളൂ, ഒരു പ്രശ്നവും വീട്ടിലുണ്ടാവില്ല അല്ലേ? അപ്പം ഞാൻ ചില ചിന്തകൾ, നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങൾ പ്രൊഫഷണലായി ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചിന്തകൾ ഇട്ടിരുന്നു, അതിൻ്റെ സൊല്യൂഷൻ കുറേ ഞാൻ പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന നമ്മുടെ മക്കൾ, ജീവിതകാലം മുഴുവൻ പോറ്റേണ്ട ഈ മക്കൾ റോങ് ആയാൽ നിങ്ങൾ എന്താവും? അവസാന കാലത്ത് ഈ ഗൾഫിൽ ഭാര്യയും ഭർത്താവും കൂടി നയിക്കേണ്ട എത്ര ശമ്പളം ഉണ്ട് നിങ്ങൾക്ക്? 1 ലക്ഷമൊക്കെ ഉണ്ടോ? നിങ്ങൾ മിണ്ടാത്ത ഉണ്ടാവും? 2 ലക്ഷമൊക്കെ ഉണ്ടോ? എനിക്ക് അവിടുത്തെ നിർത്തി ഇങ്ങോട്ട് വരാനാണ് ചോദിക്കുന്നത് അല്ലേ? നാട്ടിൽ സ്വത്തും പറമ്പും ഒക്കെ ഉണ്ടോ? ഉണ്ടോ? കാറുണ്ടോ നാട്ടിൽ? വീടുണ്ടാക്കിയോ? നാട്ടിൽ ഉണ്ടാക്കിയോ? ഇടയ്ക്കിടയ്ക്ക് ചെതലിൻ്റെ മരുന്ന് അടിക്കാറില്ലേ? ഉണ്ട്. ആ ശരി, ഓക്കെ, ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിർത്തി നമ്മൾ പുറേ കണ്ട് പോകും. പിന്നെ ആരുണ്ടാവുക? നിങ്ങളുണ്ടാക്കിയ ഒരു സ്വത്ത് കൊണ്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. നിങ്ങളുണ്ടാക്കിയ വീട് എത്ര AC വെച്ച് തണുപ്പിച്ചാലും AC പുറേ തണുപ്പിക്കുള്ളൂ, അകം തണുപ്പിക്കില്ല. അകം തണുക്കാൻ ഏറ്റവും മികച്ച മക്കളുണ്ടാവണം. അകം തണുക്കുന്ന AC ആണത്. ആ മക്കൾ ഇങ്ങോട്ട് നന്നായാലുണ്ടല്ലോ, കുളിർമയുള്ള മക്കൾ എന്ന് നിങ്ങൾ പറയാം മക്കളെയാണ്. ആ കുളിർമ AC-ക്ക് തരാൻ കഴിയില്ല. AC നിങ്ങൾ 16-ലിട്ടോ, എന്നിട്ട് ബ്ലാങ്കറ്റ് പോച്ച് കിടന്നു നല്ല തണുപ്പ് കിട്ടും. പക്ഷെ ഉള്ളിൽ ചൂടാണെങ്കിലോ, മക്കൾ നന്നായാൽ മാത്രമേ കൂട്ടരെ അവസാനം നമുക്ക് സമാധാനം കിട്ടുള്ളൂ. നമ്മളുണ്ടാക്കിയ സ്വത്തും മുതലും പറമ്പും ഇതൊക്കെ കുട്ടികൾ ഓരി വെച്ചെടുക്കും. നിങ്ങളേതായാലും നിങ്ങളുണ്ടാക്കി വീട്ടിൽ താമസിച്ചില്ലല്ലോ അല്ലേ? ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ, നിങ്ങളെ മക്കളെ താമസിക്കുമോ?
നിങ്ങളെ വാപ്പ ഉണ്ടാക്കിയ വീട് നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങളെ വാപ്പ ഉണ്ടാക്കിയ വീട് നിങ്ങൾക്ക് പറ്റുമോ? അതെ, അവിടെ എന്താ കുഴപ്പം? എന്തിനാ നിങ്ങളെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ്? നിങ്ങളുണ്ടാക്കിയ വീട് നിങ്ങളെ മക്കൾ ജീവിക്കയില്ലേ? ഇല്ലല്ലേ? എന്തിനാ ഉണ്ടാക്കി വെച്ച് തന്നെ? ഇപ്പോഴാ വേസ്റ്റ് ആയതല്ലേ? അതുകൊണ്ട് രണ്ടാമത്തെ നിലയും കൂടി എടുക്കണ്ടേ നമുക്ക്? വേണ്ടേ? നിങ്ങളതിൽ ജീവിക്കില്ല. മക്കള് ആ പറമ്പക്ക് കയറുക JCB കൊണ്ടാ. ബാപ്പ ഉണ്ടാക്കിയ ഒരു വീടിന്റെ കോലം കണ്ടോ? ഞാനും നിങ്ങളും നമ്മുടെ ബാപ്പ ഉണ്ടാക്കിയ വീടിനെ കണ്ടത് എങ്ങനെയാണ്? എന്ത് വീടത്! സ്റ്റൈൽ വെക്കുങ്ങൾ. പഴയ വീട്, റൂം വലിപ്പില്ല അല്ലേ? ഇടിച്ചു പൊളിച്ചില്ലേ? എന്തായിരുന്നു ആ വീടിന് കുഴപ്പം? നിങ്ങളെ മക്കൾ നിങ്ങളുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുമെന്ന് എല്ലാ ലോകത്തെ വാപ്പാരും സ്വപ്നം കാണുന്ന ഒരു വ്യാമോഹം മാത്രമാണത്. അവരുണ്ടാക്കുന്ന വീട്ടിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും. പക്ഷേ അന്ന് നിങ്ങളുടെ മക്കൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കുളിർമയോടെ ജീവിക്കാം. നിങ്ങൾക്കും നിങ്ങളെ കെട്ടിവെക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും. അല്ലെങ്കിലോ നമുക്കൊക്കെ ഉണ്ടാവും. ഇന്നോവ കാറ് നാട്ടിലുണ്ടാവും, നല്ല AC ഉള്ള റൂം ഉണ്ടാവും, അല്ലേ? പറമ്പുണ്ടാവും, സ്വത്തുണ്ടാവും, വരുമാനം കിട്ടുന്ന ബിൽഡിംഗ് ഉണ്ടാക്കും. പക്ഷേ അകം തണുക്കൂല. നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട അവസ്ഥ ഇതാണ്. ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾ ഒളിച്ചോടി. ഒരു വൃത്തികെട്ട ചെക്കൻ്റെ കൂടെ. ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾ, അവൾക്ക് 19 വയസ്സായിരുന്നു പ്രായം. ബാപ്പ ഗൾഫിൽ അധ്വാനിച്ചത്, കഷ്ടപ്പെട്ടതൊക്കെ അവളുടെ വിവാഹവും ജീവിതവും സ്വപ്നം കണ്ടാണ്. അവൾക്ക് താഴെ 2 അനിയന്മാർ. മൂത്ത പെൺകുട്ടി ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയി. 19 വയസ്സായിരുന്നു അവൾക്ക് പ്രായം. നോക്കൂ നിങ്ങൾ, ബാപ്പാക്ക് 45 വയസ്സാ പ്രായം, ഉമ്മാക്ക് 41 വയസ്സാ പ്രായം. ഈ മോള് ഒളിച്ചോടി പോയപ്പോൾ സംഭവിച്ചത്, ഈ പെണ്ണ് ഒരു മാനസിക രോഗിയായി മാറി. ആര്? ഉമ്മാൻ്റെ മാനസിക നില അങ്ങ് തെറ്റി. ഇയാൾ ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ വന്നു. ഇപ്പം എന്താ അവസ്ഥ എന്നറിയോ? ആ വീട്ടിനകത്ത് യാതൊരു കുറവും സൗകര്യങ്ങൾക്കില്ല. ഒരു സാധനം മാത്രമില്ല. അതിൻ്റെ പേരെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഇത് എപ്പോഴാ കിട്ടുക? ആ ഒളിച്ചോടിയ പെണ്ണ് തിരിച്ചു വന്നാൽ കിട്ടുമോ? അവനെ ഒഴിവാക്കിയിട്ട് അവൾ ഒളിച്ചോടി തിരിച്ചു വന്നാൽ കിട്ടുമോ? നാട്ടിൽ മുഴുവൻ അറിഞ്ഞു അയാൾ ഗൾഫിൽ നിന്ന് വരികയാണ്. അയാൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് വാതിലടച്ച് അകത്തിരിക്കുന്ന ഭാര്യയാണ്. ആരെയും പ്രവേശിപ്പിക്കില്ല. അയാൾ വന്ന് അരമണിക്കൂർ മുട്ടിയതിന് ശേഷമാണ് ആ പെണ്ണ വാതിൽ തുറന്നത്. ഒളിച്ചോടി, മാനക്കേട്. ഖുർആൻ ക്ലാസ്സിന് പോകുന്ന പെണ്ണാണ്, നാട്ടിലൊക്കെ പള്ളിയിൽ പോണ പെണ്ണാണ്. എന്താ ചെയ്യുക? ആ ഉമ്മ, ഈ പെൺകുട്ടി ഒളിച്ചോടിയതിന് ശേഷം ആ ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മാനസിക രോഗിയാണ് ഇപ്പോൾ. ബാപ്പ പള്ളിക്കമ്മിറ്റിയുടെ ഭാരവാഹിത്വം. നാട്ടിലെത്തിയ ഉടൻ ഭാര്യയെ കണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. അയാൾക്ക് പുറത്തിറങ്ങാക്കാൻ പറ്റില്ലല്ലോ, ആണല്ലേ? അയാൾ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്തത് പള്ളി കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു, ഭാരവാഹിത്വത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. സ്വന്തം മോളെ നന്നാക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് ഒരു മഹല്ലിൽ പള്ളി കമ്മിറ്റിയിൽ നിൽക്കുക? എല്ലാവരും രാജിവെച്ചു. അയാളും ഉൾവെലിഞ്ഞു പോയി. സകലതും ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ വന്നൊരു മനുഷ്യൻ. മക്കള് പരീക്ഷണമായി മാറിയാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അകം തടുക്കുന്ന AC-കളാണ് നിങ്ങളുടെ മക്കൾ എന്ന ബോധം പ്രിയപ്പെട്ടവർ നിങ്ങൾക്കുണ്ടാവണം. ആ മക്കള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഉണ്ടാക്കിയതൊന്നും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ലൈഫ്. ദ സെക്കൻഡ് തിങ് ഈസ് അവർ ചിൽഡ്രൻ. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമയം നിങ്ങൾ മാറ്റിവെക്കേണ്ടത് ജീവിതത്തിനാണ്. ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ, അവളോട് ചിരിക്കാൻ, സംസാരിക്കാൻ, സംവദിക്കാൻ പ്രിയപ്പെട്ടവരെ സമയമില്ലാതെ നിങ്ങളൊരു പണി എടുത്തിട്ട് കാര്യമില്ല. എന്തിനെടുക്കുക ഈ പണി? അതിന് നമ്മൾ സമയം കണ്ടെത്തണം. മക്കൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ സെക്കൻഡ് കാര്യം പറഞ്ഞതാ, ആ മക്കൾ. അപ്പം നിങ്ങൾ ഈ ജീവിതവും മക്കളെയും ഇത് രണ്ടും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് നാളെ രാവിലെ മുതൽ നിങ്ങൾ ജോലിക്ക് ഇറങ്ങിക്കോളും. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ 2 കാര്യങ്ങളും മറന്നു പോകരുത്. നമ്മുടെ ജീവിതം ഇനി ചേർത്ത് പറയട്ടെ, പാരൻറ്റിംഗ് ആണ്, ചേർത്ത് പറയട്ടെ, ആയുസ്, ആരോഗ്യമുള്ള കാലം സ്നേഹിക്കാത്ത ഒരു ഭാര്യയും ആരോഗ്യമില്ലാത്ത കാലത്ത് നമ്മളെ നോക്കൂല. നിങ്ങൾ ചിന്തിക്കണം ആ വിഷയം. ആരോഗ്യം മുഴുവൻ കണ്ട ഹോസ്പിറ്റലിലും നാട്ടുകാർക്കും
ഒക്കെ കൊടുത്തിട്ട് ആരോഗ്യമില്ലാത്ത കാലത്ത് ചുരുണ്ട് കൂടി മൂലൊക്കെ കിടന്നാൽ ആ പെണ്ണിന് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. ആരോഗ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സ്നേഹമാണ് ആരോഗ്യമില്ലാത്ത കാലത്ത് ഉറവയായി പുറത്ത് വരേണ്ടത്. തിരിച്ചും പെണ്ണും ചിന്തിക്കണം. അതുകൊണ്ട് ഇപ്പം നല്ല ചെറുപ്പക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, കുറച്ച് ആൾക്കാരെ അല്ലാത്തതുള്ളൂ. ഈ ചെറുപ്പം ഭാര്യയെ സ്നേഹിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ദ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞില്ല പിന്നെയോ ഈ ചെറുപ്പം, ഒരു പെണ്ണിൻ്റെ ചെറുപ്പം ഭർത്താവിനെ സ്നേഹിക്കാനും ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കാനും സമാധാനം കണ്ടെത്താനും ശ്രമിക്കണം. അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക ഓർക്കണം. ബാക്കിയൊക്കെ ഇതിനു വേണ്ടിയാണ് ഓർക്കണം. എന്നിട്ടോ ഈ മക്കളെ ചേർത്ത് പിടിച്ച് നാളെ പരലോകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി മാറ്റണം. ഈ രണ്ട് കാര്യങ്ങൾ, ഈ പടി ഇസ്ലാഹി സെൻറ്ററിൻ്റെ പടി ഇറങ്ങി പോകുമ്പോൾ ഈ രണ്ട് കാര്യവും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നാളെ രാവിലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പണിക്കിറങ്ങുമ്പോൾ ചിന്തിക്കണം, അതെന്തിനാണ് പോണത്? ഈ രണ്ട് കാര്യത്തിനാണ്. ഒന്ന് നമ്മുടെ ജീവിതം, രണ്ട് നമ്മുടെ മക്കൾ. ഇത് രണ്ടും ഉണ്ടോ? ഇല്ലെങ്കിൽ വെള്ള പേപ്പർ എടുക്കുക. വാക്യം പറയണ്ടല്ലോ. ഫ്രം എഴുതുക ടു എഴുതുക. എന്നിട്ട് പറയാം ഞാൻ നാളെ മുതൽ ഇങ്ങോട്ടില്ല. പണി വേറെയും കിട്ടും, ജീവിതം കിട്ടൂല. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾ പോകണം. അപ്പോഴോ ആ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ ഉപകാരപ്പെട്ട മക്കളായി മാറും. അല്ലെങ്കിൽ ഈ മക്കൾ നമുക്ക് ഏറ്റവും വലിയൊരു പരീക്ഷണവും നാളെ വയസ്സാം കാലത്ത് വലിയ ഭീഷണിയൊക്കെ ആയിട്ട് മാറുമ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറും. നീ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 24 വയസ്സായ മകൾ വിവാഹത്തിന് സമ്മതിക്കാതെ വീട്ടിനകത്തിരിപ്പാണ്. അവൾക്ക് കല്യാണം വേണ്ട. 24 വയസ്സുണ്ട്. ഈ ബാപ്പയും ഉമ്മയും ഒരു കല്യാണത്തിന് പോവില്ല, പുറത്തൊന്നും പോവില്ല. പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് ചോദിക്കും? എന്താ ഉത്തരം പറയാ? ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ബാപ്പ മോളിങ് കൊണ്ട് വരിക എൻ്റെ അടുത്ത്. മോളിങ് കൊണ്ട് വന്നിട്ട് 24-കാരി മകൾ അവളുടെ ചെറുപ്പവും യുവത്വവും ഒക്കെ വിട്ട് പോവാണ്. ആ പെൺകുട്ടീനോട് ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയത്, ഒരു ജീവിതം വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ വാപ്പയും ഉമ്മയും ജീവിച്ച പോലെയുള്ള ഒരു ജീവിതമാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ലൈഫ്. എനിക്ക് വേണ്ട. ഞാൻ അന്തം വിട്ട് ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറയണത്? വീണ്ടും ആ പെൺകുട്ടീനോട് പറഞ്ഞു, സാറ് പറയണ ലൈഫ് എന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈഫല്ലേ? യെസ്, എൻ്റെ ഉമ്മയും പാപ്പയും ജീവിച്ച ജീവിതമാണ് സാർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഐ ഡോണ്ട് വാണ്ട്. ഈ കുട്ടിയെ നമ്മൾ എന്ത് പറഞ്ഞ ആ കൂട്ടരെ ബോധ്യപ്പെടുത്തുക എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ വിവാഹം കഴിക്കാതെ നിങ്ങളുടെ മകൾ ഈ ഓടിക്കളിക്കുന്ന ഇസ്ലാഹി സെൻറ്ററിൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന ചെറിയ മക്കൾ എന്തൊരു രസമുണ്ട് കാണാമെന്നറിയോ? ആ കുട്ടി ഇപ്പോൾ കാണാൻ നല്ല രസമാണ്. നാളെ നിങ്ങൾക്കൊരു ഭീഷണിയായി ആ കുട്ടി മാറരുത് എങ്കിൽ കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ദീനി അറ്റ്മോസ്ഫിയർ കുടുംബത്തിനകത്തും പുറത്തും മക്കളെ വളർത്തുന്നതിലൊക്കെ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ നാളെ പരലോകത്തും ഇഹലോകത്തുമൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഉപകാരപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഓരോരുത്തരെയും, ഈ പുണ്യഭൂമിയായ മക്കത്താണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഇരട്ടി പ്രതിഫലമുള്ള ഈ ഭൂമിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമാറാവട്ടെ. ഇതുപോലെ നാളെ സ്വർഗപ്പൂങ്കാവനത്തിൽ മക്കളോടും ഭാര്യമാരോടും ഒന്നിച്ച് ഉല്ലസിക്കുന്നവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.